ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 100. രണ്ടാമത്തെ പ്രസ്താവന, രണ്ട് വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായ സംഖ്യകൾക്കാകെ 1 മണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ മുതിർന്നവർക്ക് 25 രൂപയുമാണ്. ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ഇനി വരാൻ പോകുന്ന LDC LPUP പരീക്ഷകൾക്ക് ഏറ്റവും പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള, റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ള പാഠപുസ്തകത്തിലെ SCERT ടെക്സ്റ്റിലെ നല്ല നിലവാരമുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന എല്ലാവരും ഒരു പേനയും പേപ്പറും ഇപ്പം തന്നെ എടുത്ത് കൃത്യമായും ഇതിലെ ചോദ്യങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക, കൃത്യമായും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും പ്രയോജനം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടെ ആദ്യമേ പറയട്ടെ, ചില ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആദ്യമായിട്ട് കാണുന്ന ചോദ്യങ്ങളാവും. ചില ചോദ്യങ്ങൾ ചിലർക്ക് ആദ്യ കാഴ്ചയിലോ ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞു തന്നാലോ മനസ്സിലാവാത്തായിട്ടുണ്ടാവും. ചില ചോദ്യങ്ങൾക്ക് 2 or 3 മെത്തേഡുകൾ ഉണ്ടാവും. അപ്പൊ എന്നെയും കൊണ്ട് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എല്ലാവരെയും പരിഗണിച്ച് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റ പ്രാവശ്യമൊക്കെ ചിലത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ആണെന്ന് തോന്നുന്നവർ വീഡിയോ ആണ്, ഫ്രണ്ടിലോട്ടും പുറകോട്ടും പോയി നോക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ നല്ല വൃത്തിക്ക് ഈ ചോദ്യങ്ങൾ എഴുതുകയും വേണം, പഠിക്കുകയും വേണം എന്നും പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. നിങ്ങൾ നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സുകളൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു തോന്നിയാൽ അവർക്കൂടെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി, നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ഇനി വരാൻ പോകുന്ന LDC LPUPക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പിക്ക് തന്ന് അത് പഠിക്കാൻ പറയുകയും അതുപോലെ തന്നെ വർക്കൗട്ട് ചോദ്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇല്ല എങ്കിൽ തീർച്ചയായും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യുന്നിടത്ത് ട്രിക്ടേൺ TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് ആ ചാനൽ കിട്ടും. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴിയും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ SCERT പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് ചോദ്യം ഇങ്ങനെയാണ്. ഷാമയ്ക്ക് 2 മണിക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത്. 50 കിലോമീറ്റർ ദൂരം ബസ്സിലും 175 കിലോമീറ്റർ തീവണ്ടിയിലും യാത്ര ചെയ്താണ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തേണ്ടത്. ബസ്സിന്റെ ശരാശരി വേഗം 20 കിലോമീറ്റർ പെർ മണിക്കൂറും തീവണ്ടിയുടെ ശരാശരി വേഗം 50 കിലോമീറ്റർ പെർ മണിക്കൂറുമാണ്. 1 മണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ ഷാമ വീട്ടിൽ നിന്നും എത്ര മണിക്ക് പുറപ്പെടണം എന്നതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. 7ാം ക്ലാസ്സിലെ ഒരു ചോദ്യം. ഈ ചോദ്യം ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഷാമ എന്ന് പറയുന്ന ഒരാൾക്ക് 2 മണിക്ക് ഒരു പരീക്ഷയുണ്ട്. 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ ഷാമയ്ക്ക് 50 കിലോമീറ്റർ ദൂരം ബസ്സിൽ പോകണം. ഇത് കഴിഞ്ഞ് 175 കിലോമീറ്റർ ദൂരം ട്രെയിനിലും പോകണം. 50 ബസ്സിൽ, 175 ട്രെയിനിൽ. ഇനി ബസ്സിന്റെ വേഗത 20 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അതായത് 20 കിലോമീറ്റർ പെർ അവർ ആണ്, കിലോമീറ്റർ പെർ മണിക്കൂർ. ഇനി തീവണ്ടിയുടെ വേഗത 50 കിലോമീറ്റർ പെർ മണിക്കൂറാണ്, കിലോമീറ്റർ പെർ അവർ. ഇനി ഈ ഷാമയ്ക്ക് 2 മണിക്ക് പരീക്ഷയ്ക്ക് 2 മണിക്ക് ചെന്നാൽ പോരാ, 1 മണിക്കൂർ മുമ്പെങ്കിലും ചെല്ലണം. അതായത് 1 മണിക്കെങ്കിലും ചെല്ലണം. 1 മണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ ഷാമ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടണം എന്നതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണ്? അപ്പം നമുക്ക് തുടങ്ങാം. മക്കളെ, നമുക്ക് ഈ ഷാമയ്ക്ക് ഇവർ ഈ പറഞ്ഞ രീതിയിൽ എത്ര മണിക്കൂർ യാത്രയുണ്ട് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഷാമ എന്ന് പറയുന്ന ആള് 50 കിലോമീറ്റർ ബസ്സിലാണ് പോകുന്നത്. ബസ്സിന്റെ വേഗത നമുക്കെല്ലാവർക്കും അറിയാം 20 കിലോമീറ്റർ പെർ അവറിലാണ് ബസ് പോകുന്നത്. 50 കിലോമീറ്റർ ബസ്സിൽ പോകണം. അപ്പൊ ഷാമയ്ക്ക് എത്ര സമയം എടുക്കും? സമയം കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം.
ബസ്സിൽ പോകേണ്ട ദൂരം 50. സോറി, സമയം കാണാൻ ദൂരം ഡിവൈഡഡ് ബൈ വേഗത, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ബസ്സിന്റെ ദൂരം, ബസ്സിൽ പോകേണ്ട ദൂരം 50, ബസ്സിൽ പോകുന്ന വേഗത 20. യൂണിറ്റിൽ പ്രശ്നമൊന്നുമില്ല, ഇത് കിലോമീറ്ററും ഇത് കിലോമീറ്റർ പെർ മണിക്കൂറും ആ സ്പീഡ്. ഇപ്പൊ എന്തായാലും സമയം എന്തായാലും മണിക്കൂറ് കിട്ടും. ഇതോടെ പോയി 5/2. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മനസ്സിലായി 2.5. അതായത് 5ന്റെ പകുതി 2.5 അല്ലെ 2.5 മണിക്കൂർ എന്ന് നമുക്ക് കിട്ടും. അതായത് ഷാമയ്ക്ക് ബസ്സിൽ പോകാൻ എടുക്കുന്ന സമയം 2.5 മണിക്കൂറാണ്. എങ്ങനെ വന്നു? ബസ്സിൽ പോകേണ്ട ദൂരം 50 കിലോമീറ്ററാ, ബസ്സിന്റെ വേഗത 20 കിലോമീറ്റർ പെർ അവറാ. അപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സ്പീഡ്. ദൂരം 50, സ്പീഡ് 20 ചെയ്യുമ്പോൾ നമുക്ക് 2.5 മണിക്കൂർ എന്ന് കിട്ടും. ഇനി ഷാമ ട്രെയിനിൽ പോവാൻ എത്ര സമയം എടുക്കും? മക്കളെ, ട്രെയിനിൽ ഷാമയ്ക്ക് പോകേണ്ടത് 175 കിലോമീറ്ററാ. ഇനി ട്രെയിനിന്റെ വേഗത 50 കിലോമീറ്റർ പെർ മണിക്കൂർ, 50 കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ട്രെയിനിൽ പോകേണ്ട ദൂരം 175, ട്രെയിനിന്റെ സ്പീഡ് 50. അപ്പൊ 50 വെച്ച് 175 പോകാൻ ട്രെയിൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ദൂരമായ 175 ബൈ സ്പീഡായ, ട്രെയിനിന്റെ സ്പീഡായ 50. 50ഉം 175ഉം എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? താഴെയും മേളിലും 25 കൊണ്ട് ഹരിക്കാം. 25 കൊണ്ട് മേളിൽ ഹരിച്ചാൽ ഇത് 7 ആവും. 50നെ 25 കൊണ്ട് ഹരിച്ചാൽ ഇത് 2 ആവും. 7/2. 7നെ 2 കൊണ്ട് ഭാഗിക്കുക. 7ന്റെ പകുതി, 7ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 3.5 അല്ലെങ്കിൽ 3.5 എന്ന് കിട്ടും. അപ്പം നമുക്ക് മനസ്സിലായി ട്രെയിനിൽ പോവാൻ 3.5 മണിക്കൂർ എടുക്കും. ബസ്സിൽ പോവാൻ 2.5 മണിക്കൂർ, ട്രെയിനിൽ പോവാൻ 3.5 മണിക്കൂർ. അപ്പൊ ഷാമയ്ക്ക് മൊത്തം ഈ യാത്രയ്ക്ക് 2.5 3.5 കൂടെ ചേർത്ത് 6 മണിക്കൂർ എടുക്കും. ഒന്നാലോചിച്ച് നോക്കാം, 6 മണിക്കൂർ. ഷാമയ്ക്ക് ഈ യാത്രയ്ക്ക് കുറഞ്ഞത് മക്കളെ 6 മണിക്കൂർ എടുക്കും. ഇനി എന്തുവാ ഷാമയുടെ ആവശ്യം? 1 മണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണം. അതായത് 1 മണിക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണം. ആലോചിച്ചു നോക്ക്, 1 മണിക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണം. 2 മണിക്കാ പരീക്ഷ, 1 മണിക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണം 1 മണിക്കൂർ മുമ്പ്. അപ്പൊ ഷാമ കുറഞ്ഞത് 6 മണിക്കൂർ മുമ്പെങ്കിലും പുറപ്പെടണം. ഓക്കെ ആണോ? അപ്പൊ 1 മണിയിൽ നിന്ന് 6 മണിക്കൂർ പുറകോട്ട് പോയേ 12 മണി. 6 മണിക്കൂർ 1 മണിയിൽ നിന്ന് കുറയ്ക്കേ 12 മണി, 11 മണി, 10 മണി, 9 മണി, 8 മണി, 7 മണി. രാവിലെ 7 AM പുറപ്പെട്ടാൽ മാത്രമേ പരീക്ഷാ കേന്ദ്രത്തിൽ ഷാമയ്ക്ക് 1 മണിയാവുമ്പോൾ എത്താൻ പറ്റൂ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ, 7 AM സെറ്റാണ്. മുമ്പോട്ട് പോകാം. ഞാൻ ഒരു വട്ടം കൂടെ പടയെന്ന് പിടിക്കും നിങ്ങളെല്ലാവരും. മക്കളെ, ഷാമയ്ക്ക് 2 മണിക്ക് പരീക്ഷ തുടങ്ങും. 1 മണിക്കൂർ മുമ്പ് ഷാമയ്ക്ക് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണം. അതായത് 1 മണിക്ക് എത്തണം ഉച്ചയ്ക്ക്. ഓക്കെ ആണ്. ഷാമയ്ക്ക് 50 കിലോമീറ്റർ ബസ്സിൽ പോകണം, 175 കിലോമീറ്റർ ട്രെയിനിൽ പോകണം. ബസ്സിന്റെ വേഗത 20 കിലോമീറ്റർ പെർ അവർ ആണ്. ട്രെയിനിന്റെ വേഗത 50 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ഷാമയ്ക്ക് ബസ്സിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം, ബസ്സിൽ 50 കിലോമീറ്റർ പോകണം, 20 ബസ് പോകുന്നേ. ദൂരമായ 50 ബൈ സ്പീഡായ 20. യൂണിറ്റിന്റെ പ്രശ്നമില്ല, ഇത് കിലോമീറ്ററും ഇത് കിലോമീറ്റർ പെർ അവറും. പേടിക്കണ്ട. ഇതോടെ പോയി 5/2. നമുക്ക് മനസ്സിലായി 2.5 മണിക്കൂർ എടുക്കും. ബസ്സിൽ 175 കിലോമീറ്റർ പോകണം, സോറി ട്രെയിനിൽ 175 കിലോമീറ്റർ പോകണം. 50 ട്രെയിൻ പോകുന്നേ. 50 വെച്ച് 50 വെച്ച് 175 പോകണം. ഒന്ന് പറഞ്ഞു നോക്കിയാൽ തന്നെ നമുക്കറിയാം 50, 100, 150, 3.5 മണിക്കൂർ എടുക്കും. 175, 50 വെച്ച് ട്രെയിനിൽ പോവാൻ ദൂരം 175 ബൈ സ്പീഡായ 50. ഇത് ചെയ്തു വരുമ്പോൾ
7/2 25 വെച്ച് വെട്ടിയ ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും 3.5 മണിക്കൂർ എടുക്കും. മക്കളെ ബസ്സിൽ പോവാൻ 2.5 മണിക്കൂർ, മക്കളെ ട്രെയിനിൽ പോവാൻ 3.5 മണിക്കൂർ, അങ്ങനെ ആകെ മൊത്തം 2.5 3.5 ചേർത്ത് 6 മണിക്കൂർ ആകെ എടുക്കും. മക്കളെ ശ്യാമയ്ക്ക് മിനിമം ഈ യാത്രയ്ക്ക് 6 മണിക്കൂർ എടുക്കും ഇവർ ഈ പറഞ്ഞത് വെച്ച്. അപ്പൊ 2 മണിക്കാ പരീക്ഷ. 1 മണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ 1 മണിക്ക് വീട്ടിൽ നിന്ന് 1 മണിയാവുമ്പോ അവള് പരീക്ഷയ്ക്ക് എത്തണം. അപ്പൊ 1 മണിക്ക് എത്തണമെങ്കിൽ 6 മണിക്കൂർ മുമ്പ് ഇറങ്ങണം. അപ്പൊ എപ്പ ഇറങ്ങണം? 1 മണിയിൽ നിന്ന് 6 മണിക്കൂർ പുറകോട്ട് 12, 11, 10, 9, 8, 7 രാവിലെ 7 മണി സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഇനി ഈ 7 മണിക്ക് ഇറങ്ങിയാൽ നടക്കുവോ? ശ്യാമയുടെ വീടിന്റെ മുമ്പിൽ ബസ് വരുവോ? ബസ് ഇറങ്ങിയാൽ ഉടനെ അപ്പൊ തന്നെ ട്രെയിൻ കാത്തു നിൽക്കുവോ? ഈ സമയങ്ങളൊക്കെ നോക്കണ്ടേന്നൊക്കെ ചോദ്യം മനസ്സിൽ വരും. ആ ചോദ്യമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഈ ചോദ്യമൊക്കെ നിരോധിച്ചിരിക്കുന്നു. കുറഞ്ഞത് 7 മണിക്ക് ഇറങ്ങണം. അടുത്ത് 4.5 സെന്റിമീറ്റർ നീളവും 3.25 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്നതാണ് ചോദ്യം. ശ്രദ്ധിക്കുക. അപ്പൊ ഒരു ചതുരത്തിന്റെ നീളം നമ്മളോട് പറയുന്നു 4.5 സെന്റിമീറ്റർ, വീതി നമ്മളോട് പറയുന്നു 3.25 സെന്റിമീറ്റർ. നമ്മളോട് ഒരു ചതുരത്തിന്റെ പരപ്പളവാണ് ചോദിച്ചത്. ഫ്രാക്ഷനും ജോമെട്രിയും ചേർന്ന ഒരു ചോദ്യമാണ്, 6ാം ക്ലാസ്സിലെ ചോദ്യം. അപ്പൊ മക്കളെ, ഏതൊരു ചതുരത്തിന്റെയും പരപ്പളവ് വിസ്തീർണം കാണാൻ ഓർത്തു വെച്ചോളുക, നീളം ഗുണം വീതിയാണ്. ഒന്നുകൂടെ, ഏതൊരു ചതുരത്തിന്റെയും പരപ്പളവ് വിസ്തീർണം ഏറിയ അകത്തെ ഈ സാധനം മുഴുവൻ കാണാൻ നീളം ഗുണം വീതിയാണ്. ചതുരത്തിന്റെ ഇംഗ്ലീഷ് റെക്ടാങ്കിൾ. ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. നീളം ഗുണം വീതി. അപ്പൊ ചതുരത്തിന്റെ നീളം നമ്മളോട് പറയുന്നുണ്ട് 4.5, വീതി നമ്മളോട് പറയുന്നുണ്ട് 3.25. അപ്പൊ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ കാണാൻ മക്കളെ നീളം ഗുണം വീതി. നീളം 4.5 ഗുണം വീതി 3.25, 3 1/4. മക്കളെ, എല്ലാവരോടും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മിക്സഡ് ഫ്രാക്ഷന്റെ ഏത് ഓപ്പറേഷൻ വന്നാലും മിക്സഡ് മാറ്റിയിട്ടേ ചെയ്യാവൂ. മിക്സഡ് ഫ്രാക്ഷൻ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ എളുപ്പവഴികളുണ്ട്. ഇനി അതല്ല, കൂട്ടലും കുറയ്ക്കലും ഒഴിച്ച് മിക്സഡ് ഫ്രാക്ഷന്റെ ഗുണനം, ഹരണം, അതുപോലെ തന്നെ മിശ്രഭിന്നത്തിന്റെ വർഗം, വർഗമൂലം, ക്യൂബ്, എന്ത് കുന്തമായാലും മിക്സഡ് മാറ്റണം, മിശ്രഭിന്നം മാറ്റണം. ഇവിടെ നിങ്ങൾ നോക്ക് 4.5. ഈ 4.5 നമുക്ക് എങ്ങനെ മാറ്റാം? ഈ 4ും 2 കൂടെ ഗുണിക്കുക 8, ഈ 1 കൂട്ടുക 9, 9 ഛേദം അത് തന്നെ 2. അപ്പൊ 4.5 നമ്മൾ 9/2 എന്നെഴുതി. എങ്ങനെയാ? 4ും 2ഉം 8, ഈ 8ഉം 1ഉം 9, എന്നിട്ട് ആ ഛേദം അതുപോലെ. ഇനി 3.25 മാറ്റണം. 3.25 മക്കളെ എങ്ങനെ മാറ്റാം? 3 1/4. 3 ഗുണം 4 12, 12 ഒന്നുകൂടെ കൂട്ടി 13, 13/4. 12 ഒന്നുകൂടെ കൂട്ടി ഛേദം അത് തന്നെ 13/4. ഇനി ഇതങ്ങ് ചെയ്യാം. മക്കളെ, വെട്ടാൻ വല്ലോ ഉണ്ടെങ്കിൽ വെട്ടണം. ഇല്ല, 9ന് 4, 2, 13 താഴെ മേളും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 9ഉം 13ഉം കൂടെ ഗുണിക്കുക, മേളിൽ എഴുതുക. 2ഉം 4ഉം കൂടെ ഗുണിക്കുക, താഴെ എഴുതുക. വെട്ടാൻ തമ്മിൽ ഹരിക്കാൻ ആരും ഇല്ലെങ്കിൽ 9ഉം 13ഉം കൂടെ ഗുണിച്ചാൽ 117, 2ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 8. അപ്പം നമ്മുടെ ഉത്തരം 117/8 ആണ്. ഇനി 117 ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ഉറപ്പിച്ചോളുക, അവരതിനെ മിക്സഡ് ആക്കിയതാണ്. മക്കളെ, ഏതൊരു ഭിന്നസംഖ്യയുടെയും മോളിൽ വലിയത് വരുവാണെങ്കിൽ, ഇപ്പൊ 117/8 മോളിൽ വലിയതാ, മോളിൽ വലിയത് വരുവാണ് മിക്സഡ് ആക്കി എഴുതാൻ പറ്റും. കാര്യം അതൊരു വിഷമ ഭിന്നമാണ്. നമ്മുടെ ഭാഷ മോളിൽ വലിയ സംഖ്യയാണ് മിക്സഡ് ആക്കാം, മേളിൽ വലിയത് അല്ലെങ്കിൽ മിക്സഡ് ആക്കാൻ പറ്റൂല.
117നെ 8 കൊണ്ട് ഹരിക്കാം. 117 ബൈ ഒരെട്ടെട്ട് ശിഷ്ടം 3 7 8 4 32 ശിഷ്ടം 5. അപ്പൊ മെയിൻ ആൻസർ മക്കളെ 14. ശിഷ്ടമായ 5 മോളില് ഹരിച്ച സാധനമായ 8 താഴെ 14 5/8 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഉത്തരം. ഏരിയ എഴുതുമ്പോൾ സെന്റിമീറ്ററിലാണ്, സെന്റിമീറ്റർ സ്ക്വയർ ആവും. മീറ്റർ ആണ് മീറ്റർ സ്ക്വയർ ആവും. ഇഞ്ചാണ് ഇഞ്ചിന്റെ സ്ക്വയർ ആവും. ഏരിയ പരപ്പളവ് എപ്പോഴും സ്ക്വയറിലാ യൂണിറ്റ്. അപ്പൊ 14 5/8 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. സെറ്റ് ആണ്. മുമ്പോട്ട് പാ. അപ്പൊ നമ്മൾ പഠിച്ച അത്രയും കാര്യം ഒന്നുകൂടെ നോക്കിക്കേ. ഒരു ചതുരത്തിന്റെ വിസ്തീർണം കാണാൻ നീളം ഗുണം വീതിയാണ്. നീളം 4 1/2, അതിനെ മാറ്റുമ്പോ 9/2. വീതി 3 1/4, അതിനെ മാറ്റുമ്പോ 13/4. അപ്പൊ 9/2ഉം 13/4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവര് തമ്മിൽ വെട്ടാനൊന്നുമില്ലാത്തതുകൊണ്ട് 13 9 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു 117. 2 4 മൾട്ടിപ്ലൈ ചെയ്തു 8. 117/8 ആണ് ഉത്തരം. 117/8 ഓപ്ഷനിൽ ഇല്ല. അപ്പോഴേ ഉറപ്പിച്ചോണം, മേളിൽ വലിയ സംഖ്യയാണ്. അതുകൊണ്ട് നമുക്ക് ഹരിക്കാം. 117നെ 8 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. ഒരെട്ടെട്ട് മിക്സഡ് ആക്കാം. 8 3 37, 4 32 ശിഷ്ടം 5. മെയിൻ ആൻസർ 14. ശിഷ്ടമായ 5 മോളില് ഹരിച്ച സാധനമായ 8 താഴെ. ഒന്നുകൂടെ മെയിൻ ആൻസർ 14. ശിഷ്ടമായ 5 മോളില് ഹരിച്ച സാധനമായ 8 താഴെ. എപ്പോഴും മിക്സഡ് ആക്കുന്ന ഇങ്ങനെ 14 5/8 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓപ്ഷൻ ബി ആണ്. റൂട്ട് ഓഫ് 50 പ്ലസ് റൂട്ട് ഓഫ് 200 മൈനസ് റൂട്ട് ഓഫ് 32ന്റെ വില എത്ര? 9ാം ക്ലാസ്സിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് ചെറിയ കാണുമ്പോൾ വിചാരിക്കും റൂട്ട് 50 റൂട്ട് 200 കൂടെ കൂട്ടും. റൂട്ട് 250. റൂട്ട് 250ൽ നിന്ന് റൂട്ട് 32 കുറയ്ക്കും. അപ്പൊ റൂട്ട് 218. 218ന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി, ഉത്തരം കിട്ടും. വെറുതെ ആ കളിയൊന്നും നടക്കത്തില്ല. അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലസും മൈനസ് റൂട്ടിന്റെ അകത്ത് കയറിയുള്ള ഓപ്പറേഷൻസ് ഒന്നും നടക്കത്തില്ല. ഇതേ സ്ഥാനത്ത് ഇൻഡുവോ ഡിവിഷനോ ഒക്കെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്യാം. അതല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അകത്തോട്ട് കയറി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരേപോലെയുള്ള റൂട്ട് വരണം. ഇപ്പൊ 2 റൂട്ട് 3യും 5 റൂട്ട് 3യും ആണെങ്കിൽ നമുക്ക് അത് രണ്ടും കൂടെ കൂട്ടി 7 റൂട്ട് 3 എന്ന് എഴുതാം. അതേപോലെ തന്നെ 5 റൂട്ട് 2ഉം 8 റൂട്ട് 2 ആണെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടി 13 റൂട്ട് 2 എന്ന് എഴുതാം. റൂട്ട് സെയിം ആവണം. പ്ലസും മൈനസും ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എക്സിൽ ഒരു സംഖ്യയും വൈയിൽ ഒരു സംഖ്യയും കൂടെ കൂട്ടാൻ പറ്റുമോ? അതേപോലെ തന്നെയാണ് റൂട്ടും. ഇപ്പൊ 3x പ്ലസ് 2y കൂട്ടാൻ പറ്റുമോ? ഇല്ല, അത് അതുപോലെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും വേരിയബിൾസ് സെയിം ആവണം. അപ്പോൾ ഒരേ റൂട്ട് ആണെങ്കിൽ മാത്രമേ ഇതിന്റെ കൂട്ടലും കുറയ്ക്കലും ഒക്കെ നടക്കത്തുള്ളൂ. ഓക്കെ ആണ്, അത് മനസ്സിലായിക്കോണം. അപ്പൊ ഇവിടെ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് കണ്ടുപിടിക്കണം. ഓരോന്നിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പല മെത്തേഡുകളുണ്ട്. ഞാൻ രണ്ട് മെത്തേഡ് കാണിക്കാം. 50നെ നമ്മൾ പ്രൈം നമ്പറുകൾ മാത്രം, മറ്റു ഘടകങ്ങളില്ലാത്ത 2 5 7 3 ഇങ്ങനെയുള്ള പ്രൈം നമ്പറുകൾ കൊണ്ട് മാത്രം, അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം ഘടകക്രിയ ചെയ്യാം. 25. വീണ്ടും ഇവനെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 5. വീണ്ടും ഇവനെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 1. അപ്പൊ 50നെ നമുക്ക് ഇങ്ങനെ എഴുതാം. 5 ഗുണം 5 ഗുണം 2, അല്ലെ 2, അല്ലെ ഇങ്ങനെ തിരിച്ചു വേണമല്ലോ എഴുതാം. 2 ഗുണം 5 ഗുണം 5. മക്കളെ റൂട്ടിന് വെളിയിലെടുക്കുമ്പോൾ ഒരു ജോഡിക്ക് പകരം ഒരാൾ 2 5 ഉണ്ട്. അതിനു പകരം ഒരു 5നെ വെളിയിൽ എഴുതി. ഒരു 2 ഉള്ളൂ. അവനൊരു ജോഡി അല്ല, അത് റൂട്ടിന്റെ അകത്ത് 5 റൂട്ട് 2. കണ്ടോ? ഇനി അടുത്ത ഒരെണ്ണം. അപ്പൊ ഇത് കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നു, ഞാൻ പറയാം. അടുത്ത 200ന്റെ റൂട്ട് കണ്ടുപിടിക്കണം. 200നെ നമ്മൾ പ്രൈം നമ്പറായ മറ്റു ഘടകങ്ങളില്ലാത്ത 2 5 3 7 അങ്ങനെയുള്ള സംഖ്യകൾ കൊണ്ട് മാത്രം ഘടകക്രിയ ചെയ്യാം. 200നെ 2 കൊണ്ട് ഘടകക്രിയ ചെയ്താൽ 100.
വീണ്ടും 2 കൊണ്ട് ഘടകക്രിയ ചെയ്താൽ 50, വീണ്ടും 2 കൊണ്ട് ഘടകക്രിയ ചെയ്താൽ 25, വീണ്ടും 5 കൊണ്ട് ഘടകക്രിയ ചെയ്താൽ 5, വീണ്ടും 5 കൊണ്ട് ഘടകക്രിയ ചെയ്താൽ 1. സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും, ഞാൻ ആദ്യം 5 ചെയ്ത് പിന്നെ 2 ചെയ്താലോ? ഒരു പ്രശ്നവുമില്ല, പ്രൈം ആയിരിക്കണം, അഭാജ്യമായിരിക്കണം. 2, 5, 3, 7, 11 ഇങ്ങനെ മറ്റ് ഘടകങ്ങളില്ലാത്ത സംഖ്യകളാവണം. അപ്പൊ 200-നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2 ഗുണം 2 ഗുണം 2 ഗുണം 5 ഗുണം 5. ഇനി റൂട്ടിന് വെളിയിൽ 2 2-ന് പകരം 1 2 ഗുണം 2 5-ന് പകരം 1 5. ഇനി 1 2 ഉള്ളൂ, അത് റൂട്ടിൻ്റെ അകത്തി. ഓക്കെ, സിംഗിളായി കിടക്കുന്നവന്മാരെ എല്ലാം റൂട്ടിലിടണം, ജോഡി ആണേലെ മാത്രമേ വെളിയിലെടുക്കാവൂ. അപ്പോൾ 2 ഗുണം 5 10, 10ഉം റൂട്ട് 2 കൂടെ ചേർത്ത് നമുക്ക് 10 റൂട്ട് 2 എന്ന് കിട്ടി. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്കുണ്ട് റൂട്ട് എടുക്കാനായിട്ട്. ജോഡി എല്ലാം ജോഡിയായിരുന്ന കൃത്യ റൂട്ട് വന്നേനെ. ഇനി 32-ന്റെ റൂട്ട് എടുക്കണം. 2 വെച്ച് ഘടകക്രിയ ചെയ്താൽ 16, 2 വെച്ച് ഘടകക്രിയ ചെയ്താൽ 8, 2 വെച്ച് ഘടകക്രിയ ചെയ്താൽ 2 വെച്ച് ഘടകക്രിയ ചെയ്താൽ 4, 2 വെച്ച് ഘടകക്രിയ ചെയ്താൽ 2, 2 വെച്ച് ഘടകക്രിയ ചെയ്താൽ 1. അപ്പൊ 32-നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം 2. 2 2-ന് പകരം 1 2, 2 2-ന് പകരം 1 2 വെളിയിലെടുത്തു. അപ്പോഴും 1 2 ജോഡി അല്ലാതെ പാവം അവൻ റൂട്ടിൻ്റെ അകത്തി. 2 2 4, 4 റൂട്ട് 2 എന്ന് നമുക്ക് എഴുതാം. ഇങ്ങനെ ഓരോ സംഖ്യയുടെയും റൂട്ട് നമ്മൾ കണ്ടെത്തണം. ഇനി അത്യാവശ്യം ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ ഇതിന് റൂട്ട് എടുക്കാനായിട്ട് വേറെ ഒരു ടെക്നിക്കും കൂടെ ഉണ്ട്, ഞാൻ അതുകൂടെ പറയാം, ശ്രദ്ധിക്കാം. ഇവിടെ 50-ന് റൂട്ട് വേണം, ചെറിയതാണേലും നടക്കുള്ളേ. 50 മക്കളെ, 50-ന്റെ റൂട്ട് നമുക്ക് എങ്ങനെ എടുക്കാം? 50-നെ ഏതെങ്കിലും ഒരു വലിയ പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഗുണിതമായിട്ട് എടുക്കുക. അതായത് ഏറ്റവും വലിയ 50-ൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ പൂർണ്ണവർഗത്തിന്റെ ഗുണിതം. 50-നെ നമുക്ക് 25 ഗുണം 2 എന്ന് എടുക്കാം. ഏറ്റവും വലുത് വേണം. 50-ൽ പല പെർഫെക്റ്റ് സ്ക്വയറുകളും അടങ്ങാം, പക്ഷെ ഏറ്റവും 50-ന്റെ ഘടകമായ ഏറ്റവും വലിയ കൃത്യം റൂട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പൂർണ്ണവർഗത്തിന്റെ ഗുണിതം. 50-ൽ നമുക്ക് 25 ഒരു ഘടകമാണ്. 25 ഗുണം 2 ആണ് 50. 25-ന്റെ റൂട്ട് 5 ആണ്. 2-ന് റൂട്ടില്ല, അതുകൊണ്ട് അത് റൂട്ടിൻ്റെ അകത്തി. കണ്ടോ, 5 റൂട്ട് 2. ചില ആളുകൾക്ക് ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇനി അടുത്തത് റൂട്ട് ഓഫ് 200. 200-ന്റെ ഘടകമായ ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഗുണിതം. 200-ൽ ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയറുകൾ അടങ്ങിയിട്ടുണ്ടോ? 100 ഉണ്ട്. റൂട്ട് ഓഫ് 100 ഗുണം 2 ആണ് 200. 100-ന് റൂട്ട് 10, 10 റൂട്ട് 2. കണ്ടോ, കാര്യം 2-ന് റൂട്ടില്ല. അടുത്ത റൂട്ട് ഓഫ് 32. 32-ന്റെ ഘടകമായ വലിയൊരു പെർഫെക്റ്റ് സ്ക്വയർ ആരാന്ന് നോക്കണം കൂട്ടത്തിൽ. 32-ന് 4 ഒരു ഘടകമാ. 4-ന് റൂട്ടുണ്ട് താനും. റൂട്ട് എടുക്കാൻ പറ്റുന്ന വലിയൊരു നമ്പർ. 8 16 ഉണ്ട്. 16-ന് റൂട്ടുണ്ട്. അപ്പോൾ വലിയൊരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 32-ൽ അടങ്ങിയിരിക്കുന്നത് 16 ആണ്. റൂട്ട് ഓഫ് 16 ഗുണം 2. 16-ന്റെ റൂട്ട് 4. 2-ന് റൂട്ടില്ല, അതുകൊണ്ട് റൂട്ടിൻ്റെ അകത്തി 4 റൂട്ട്. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിലും ഈ സാധനം എടുക്കാം. ഓക്കെ ആണ്. ഇനി നമ്മൾ ഓരോന്നും എഴുതുക. റൂട്ട് 50 നമുക്കറിയാം 5 റൂട്ട് 2 പ്ലസ് റൂട്ട് 200 നമുക്കറിയാം 10 റൂട്ട് 2 മൈനസ് റൂട്ട് 32 നമുക്കറിയാം 4 റൂട്ട് 2. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇതങ്ങ് ചെയ്താൽ മതി. എല്ലാവരുടെയും റൂട്ട് സെയിം ആയി. കണ്ടോ, ഇനി എളുപ്പമാ. 5 റൂട്ട് 2ഉം 10 റൂട്ട് 2 കൂടെ കൂട്ടിയ 15 റൂട്ട് 2.
15 റൂട്ട് 2-ൽ നിന്ന് 4 റൂട്ട് 2 കുറച്ച 11 റൂട്ട് 2. നമ്മുടെ ഉത്തരം സിമ്പിളായിട്ട് കിട്ടും. ഓപ്ഷൻ സി 11 റൂട്ട് 2. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ 2 മെത്തേഡും കൂടെ ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി വലുതാന്ന് തോന്നിയതാണ്. മക്കളെ, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടിന്റെ പാർട്ട് 3-ല് ഈ മെത്തേഡുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് എടുത്ത് നോക്കിയാൽ നല്ലതാണ്. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് പാർട്ട് 3ഉം 4ഉം. ഒന്നുകൂടെ 50-നെ നമ്മൾ 5 റൂട്ട് 2 എന്ന് എഴുതി, പ്ലസ് 200-നെ നമ്മൾ 10 റൂട്ട് 2 എന്ന് എഴുതി, മൈനസ് 32-നെ നമ്മൾ 4 റൂട്ട് 2 എന്ന് എഴുതി. ഓക്കെ, 5 റൂട്ട് 2ഉം 10 റൂട്ട് 2 കൂടെ കൂട്ടിയ 15 റൂട്ട് 2. ഒരേ റൂട്ടുകളാണ് കൂട്ടാം. ഇപ്പൊ 5x-ഉം 10x കൂടെ കൂട്ടിയ 15x അല്ലേ? അതേപോലെ രണ്ടിടത്ത് റൂട്ട് 2 ആ. 5 റൂട്ട് 2ഉം 10 റൂട്ട് 2 കൂടെ കൂട്ടിയ 15 റൂട്ട് 2. അതിൽ നിന്നൊരു 4 റൂട്ട് 2 കുറച്ച 15 റൂട്ട് 2-ൽ നിന്ന് 4 റൂട്ട് 2 പോയ നമ്മുടെ ഉത്തരം 11 റൂട്ട് 2 ആണ്. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ശാസ്ത്ര പ്രദർശനത്തിന് കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 25 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. 50 രൂപയ്ക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ 50 പേർക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ 740 രൂപ കിട്ടി. ഇതിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. 8ാം ക്ലാസ്സിന്റെ ഒരു ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. അതായത് ശാസ്ത്ര പ്രദർശനത്തിന് കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്, വലിയ ആളുകൾക്ക് 25 രൂപയാണ് ടിക്കറ്റ്. 50 പേർക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ, അതായത് അതിൽ എത്ര കുട്ടികളുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. കുട്ടികളും മുതിർന്നവരും എല്ലാം കൂടെ ചേർത്ത് ചിലപ്പോൾ 10 പിള്ളേരും 40 മുതിർന്നവരും ആവാം, അല്ലെ 25 പിള്ളേരും 25 മുതിർന്നവരും ആവാം, നമുക്കറിയില്ല. 50 പേർക്ക് ടിക്കറ്റ് കൊടുത്തപ്പോൾ 740 രൂപ കിട്ടി. എത്ര കുട്ടികളുണ്ട് എന്നതാണ് ചോദ്യം. ഇത് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ വഴിയൊക്കെ ചെയ്യാം. ഇത് പ്രോപ്പറായി എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. മക്കളെ, നമുക്ക് ഈ 50 പേർക്ക് ടിക്കറ്റ് കൊടുത്തപ്പോൾ 740 രൂപ കിട്ടി. എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ കുട്ടികളുടെ എണ്ണം ഈ 50-ൽ എക്സ് ആണ് എന്നിരിക്കട്ടെ. കുട്ടികൾ എന്തുവാ? എക്സ്. അങ്ങനെയാണ് മുതിർന്നവരുടെ എണ്ണം 50 മൈനസ് എക്സ്. ഡൗട്ട് ഉണ്ടോ? എന്തുകൊണ്ടാ? എടാ, കുട്ടികൾ എക്സ് ആണ്. അപ്പോ മൊത്തം 50 പേരാ. അപ്പം ബാക്കിയുള്ളവരെന്ന് പറയുമ്പോൾ 50-ൽ നിന്ന് എക്സ് പോയി. പിള്ളേർ എക്സ് ആണ്. മൊത്തം 50 പേരാ. ആ പിള്ളേർ എക്സ് കഴിഞ്ഞ ബാക്കി എത്ര ഉണ്ട്? പറ. 50 മൈനസ് എക്സ്. ഇവിടെ വരെ ഓക്കെയാണ്. ഇനി ഒരു കുട്ടിക്ക് 10 രൂപയാ ടിക്കറ്റ്. അപ്പൊ 10 കുട്ടിയുടെ ടിക്കറ്റ് നിരക്കെന്ന് പറഞ്ഞാൽ 10x ആണോ? എടാ മോനെ, ഒരാൾക്ക് 10 രൂപ. ഒരു കുട്ടിക്ക് 10 രൂപ. അപ്പൊ എക്സ് കുട്ടികളുടെ ടിക്കറ്റ് നിരക്കെന്ന് പറഞ്ഞാൽ 10x. എങ്ങനെയാ ഞാൻ എടുത്തതെന്ന് ചോദിച്ചാൽ, എടാ ഒരാൾക്ക് 6 രൂപ ടിക്കറ്റ്. അപ്പോ 5 പേർക്ക് എത്രയാന്ന് ചോദിച്ചാൽ 5 ഗുണം 6. വേറൊരെണ്ണം, ഒരാൾക്ക് 7 രൂപ ടിക്കറ്റ്. അപ്പൊ 50 പേർക്ക് എത്രയാന്ന് ചോദിച്ചാൽ 50 ഗുണം 7. അതേപോലെ ഒരു കുട്ടിക്ക് 10 രൂപ. അപ്പൊ എക്സ് കുട്ടിക്ക് എത്രയാന്ന് ചോദിച്ചാൽ 10 ഗുണം എക്സ്, 10x. ഇനി ഒരു മുതിർന്നവന് 25 രൂപ. അപ്പൊ ഇത്രയും 50 മൈനസ് എക്സ് മുതിർന്നവൻ എത്രയാന്ന് ചോദിച്ചാൽ ഇത് രണ്ടൂടെ ഗുണിക്കണം. 25 ഗുണം 50 മൈനസ് എക്സ്. ഒന്നുകൂടെ, ഒരു കുട്ടിക്ക് 10 രൂപ. അപ്പൊ എക്സ് കുട്ടിക്ക് 10x കൂടെ ഗുണിച്ച് 10x. ഒരു മുതിർന്നവൻ 25 രൂപ. അപ്പോ ഇത്രയും മുതിർന്നവർക്ക് 25 ഗുണം 50 മൈനസ് എക്സ്. ഇതാണ് ആകെ കിട്ടിയത്. ഇത് നമ്മളോട് പറയുന്നുണ്ട് 740 രൂപ. ഓക്കെ ആണോ? ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. 10x അതുപോലെ എഴുതി, പ്ലസ് 25ഉം 50ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത 25 125, 1250 മൈനസ് 25x. കാര്യം 25 ഇവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. 25 ഗുണം 50 1250. 25 മൈനസ് എക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 25x ഈക്വൽ ടു 740. ഇനി
എക്സ് നമുക്ക് ഇവിടെ നിർത്താം, മറ്റവനെ അവിടെ കൊണ്ട്. 10x നിന്ന് 25x കുറയ്ക്കണം. എടാ ചെറുതിൽ നിന്ന് വലുതാ കുറയ്ക്കുന്ന -15x ഈക്വൽ ടു 10 നിന്ന് 25 പോകണം. 15x ഈക്വൽ ടു 740 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ 1250 അപ്പുറത്ത് പോയി -1250 ആവും. അപ്പൊ -15x ഈക്വൽ ടു 740 നിന്ന് 1250 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 1250 നിന്ന് 740 കുറയ്ക്കണം. 840, 940, 1050, 1140, 1240, അങ്ങനെ മൊത്തം -510 കിട്ടും. രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. അപ്പൊ എക്സിന്റെ വില കാണാൻ 510/15. അപ്പൊ 510 സൈഡിൽ കൊണ്ടുപോയി 15 കൊണ്ട് ഭാഗിക്കാം. 510 15 3 45, ബാക്കി 60 അല്ലേ? 60 15 4 60 ശിഷ്ടം. അപ്പൊ 34 എക്സിന്റെ വില. എക്സ് എന്ന് പറയുന്നത് മക്കളെ കുട്ടികളാണ്, കുട്ടികളുടെ എണ്ണമാണ് എക്സ്. അത് നമുക്ക് കിട്ടി 34. നമ്മളോട് എത്ര കുട്ടികളുണ്ടെന്നാ ചോദിച്ചേ? സെറ്റാണ്, അത് 34. ഓപ്ഷൻ ഡി ആണ്. മുമ്പോട്ട് വാ, ഞാൻ ഒന്നും കൂടെ ചെയ്തു തരാം. നിങ്ങൾ എല്ലാവരും ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഒന്നും കൂടെ ഒരു റഫ് പേപ്പറിൽ ചെയ്താൽ നല്ലതായിരിക്കും. മക്കളെ, കുട്ടിക്ക് 10 രൂപ ടിക്കറ്റ് നിരക്ക്, മുതിർന്നവൻ 25 രൂപ. ഇനി എത്ര കുട്ടികളുണ്ട്, എത്ര മുതിർന്നവരുണ്ടെന്നറിയില്ല. മൊത്തം 50 പേർക്ക് ടിക്കറ്റ് കൊടുത്തപ്പോ 740 രൂപ കിട്ടി. നമുക്ക് കുട്ടികളുടെ എണ്ണം കാണണം. നമ്മളെടുത്തു കുട്ടികളുടെ എണ്ണം എക്സ്. അപ്പൊ മൊത്തം 50 പേരാ. കുട്ടികളുടെ എണ്ണം എക്സ് ആണ്. മുതിർന്നവരെന്ന് പറഞ്ഞാൽ 50 - x. ഡൗട്ട് ഉണ്ടോ? എന്തുകൊണ്ടാ? കുട്ടികൾ എക്സ്. 50 പേര് ടിക്കറ്റ് കൊടുത്തു. അപ്പോ കുട്ടികൾ അതിൽ എക്സ് ആണ്. ബാക്കിയുള്ളവർ 50 നിന്ന് എക്സ് പോയി 50 - x. ഇനി ഒരു കുട്ടിയുടെ പൈസ 10 രൂപ. അപ്പൊ എക്സ് കുട്ടികളാവുമ്പോ 10x കൂടെ ഗുണിച്ച് 10x. ഇതിന്റെ കാര്യം ഇപ്പോ ഒരാൾക്ക് 10 ആണ്, 7 പേർക്ക് 7 70. അപ്പൊ അതുപോലെ ഒരാൾക്ക് 10. അപ്പൊ എക്സ് പേരുണ്ട്, 10x 10x. ഇനി ഒരു മുതിർന്നവന് 25 രൂപയാണ്. അപ്പൊ ഇത്രയും മുതിർന്നവരുണ്ട്, 50 - x. അത്രയും മുതിർന്നവർക്ക് എത്രന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു മുതിർന്നവൻ 25 രൂപ. അപ്പൊ 50 - x മുതിർന്നവന് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് കുട്ടികൾക്ക് കിട്ടിയ പൈസ 10x. ഇതാണ് മുതിർന്നവർക്ക് കിട്ടിയ പൈസ 25 ഗുണം 50 - x. ഇതാണ് രണ്ടു പേർക്കും കൂടെ കിട്ടിയ പൈസ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ 740 വരണം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കും, അതെന്തുകൊണ്ടാ? എടാ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 740. എന്തുകൊണ്ടാ? മൊത്തം കൂടെ 740 രൂപ കിട്ടി. 50 പേർക്ക് ടിക്കറ്റ് കൊടുത്തപ്പോൾ 700. കുട്ടികളുടെ ടിക്കറ്റിൽ നിന്ന് കിട്ടിയത് 10x. മുതിർന്നവരുടെ ടിക്കറ്റിൽ നിന്ന് കിട്ടിയത് ഇത്രയുവാ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ആകെ 740 രൂപ. അപ്പൊ ഈക്വൽ ടു 740. ഇനി നമ്മൾ ആ 10x അതുപോലെ എഴുതി, പ്ലസ് 25 ഈ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് കൊടുക്കണം. 25 50 കൂടെ ഗുണിക്കുമ്പോൾ 1250. 25 - x കൂടെ ഗുണിക്കുമ്പോൾ -25x ഈക്വൽ ടു 740. ഇനി 10x നിന്ന് 25x കുറയ്ക്കണം, ചെറുതിൽ നിന്ന് വലുതാ. -15x ഈക്വൽ ടു, അവിടെ ഓൾറെഡി ഒരു 740 ഉണ്ട്. ഈ പ്ലസ് 1250 അപ്പുറത്ത് പോകുമ്പോൾ -1250 ആവും. -15x ഈക്വൽ ടു 740 നിന്ന് 1250 പോകാൻ പറ്റില്ല. അപ്പൊ 1250 നിന്ന് 740 പോയി. -510 ചെറുതിൽ നിന്ന് വലുത്. രണ്ട് സൈഡിൽ നിന്നും മൈനസ് ക്യാൻസൽ ചെയ്യുക. രണ്ട് സൈഡിലും ഒരുപോലെ മൈനസ് വന്നു. അല്ലെ ബൈ -15 ചെയ്താലും രണ്ട് മൈനസ് ആവുമ്പോൾ പ്ലസ് ആയിക്കോളും. അപ്പൊ എക്സ് കാണാൻ 510/15. 510 15 കൊണ്ട് ഭാഗിക്കണം.
510നെ 15 കൊണ്ട് ഹരിച്ചു നോക്ക്. നമ്മുടെ ഉത്തരം 32. എടാ എക്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണമാണ്. സോറി 32 അല്ല, 15 ചെയ്ത് നോക്ക്, 34 കിട്ടും. ഹരിച്ചു നോക്ക്. എക്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണമാണ്. അത് നമുക്ക് മനസ്സിലായി, 34. ഇനി നിങ്ങളോട് എങ്ങാനും മുതിർന്നവരുടെ എണ്ണം ചോദിച്ചാ നിങ്ങൾക്കറിയാം 50 - x ആണ് മുതിർന്നവർ. കുട്ടികൾ 34 മുതിർന്നവർ 50-ൽ നിന്ന് 34 പോയിട്ട് ബാക്കി 16 ആണെന്ന് മനസ്സിലാക്കാം. നമ്മളോട് ചോദിച്ചത് കുട്ടികളുടെ എണ്ണമാണ്, അത് 34. മുതിർന്നവർ ചോദിച്ചാൽ 50 - x ആണ് മുതിർന്നവർ. 50-ൽ നിന്ന് 34 പോയിട്ട് ബാക്കി 16. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം. ഇത്രയും ബെറ്റർ എപ്പോഴും ആ ഇക്വേഷൻ പഠിച്ച ആ ഇക്വേഷൻ രീതി തന്നെ ചെയ്യുന്നതാണ് പക്കെ. കാര്യം ഇതേ മോഡലിലുള്ള എന്തൊക്കെ കറങ്ങി തിരിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് വരാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് ഈ കാൽക്കുലേഷൻ ചെയ്ത് കാണിച്ചത്. നിങ്ങൾ ആ കാൽക്കുലേഷൻ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ഫോർ എപ്പോഴും ബെറ്റർ ഒരു വലിയ പരീക്ഷയ്ക്കോ അല്ലാതൊക്കെ പോകുമ്പോൾ. ഇത് ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എങ്ങനെ ഓപ്ഷനിൽ നിന്ന് 2 ഞാൻ ചെയ്ത് കാണിക്കാം. മക്കളെ 18, ആദ്യത്തെ ഓപ്ഷൻ്റെ ആദ്യം പറയാം. 18 കുട്ടികളുണ്ടായിരുന്നു. മക്കളെ 18 കുട്ടികളുണ്ടെങ്കിൽ 50 പേരാ മൊത്തം, ബാക്കി 32 മുതിർന്നവരാ. ഒരു കുട്ടിക്ക് 10, അപ്പൊ 18 കുട്ടിക്ക് 18 × 10 180. ഒരു മുതിർന്നവൻ 25, അപ്പോ 32 മുതിർന്നവൻ എത്ര രൂപയാന്ന് ചോദിച്ചാൽ 32 × 25 ചെയ്യണം. 32 25 × 750, 750 800 വരും. അപ്പൊ തന്നെ 32 × 25 ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 980. ഒരിക്കലും ഈ പറയുന്ന 740 അല്ല. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഓപ്ഷൻ ഡി 34 ഒന്ന് കാണിക്കാം. 34 കുട്ടികളുണ്ട് എന്നിരിക്കട്ടെ. അപ്പൊ സ്വാഭാവികമായും മുതിർന്നവരെന്ന് പറയുന്നത് 16. എന്തുകൊണ്ടാ? മൊത്തം 50 പേര്. 34 കുട്ടികളുണ്ടെങ്കിൽ മുതിർന്നവർ എന്ന് പറയുന്നത് 16. എടാ ഒരു കുട്ടിക്ക് 10 രൂപ. അപ്പൊ 34 കുട്ടിക്ക് 34 × 10 340 രൂപ. എടാ ഒരു കുട്ടിക്ക് 25 രൂപ. അപ്പൊ 16 കുട്ടിക്ക് 16 × 25 400 രൂപ. സോറി, ഒരു മുതിർന്നവൻ 25 രൂപ. അപ്പൊ 16 മുതിർന്നവന് 16 × 25 400 രൂപ. അങ്ങനെ 340 400 കൂടെ ചേർത്ത് 740 ആകെ കിട്ടി. 740 കിട്ടണമെങ്കിൽ കുട്ടിയുടെ എണ്ണം 34 ആവണം. ഇങ്ങനെ ഒരു വഴിയുമില്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് നോക്കാം. കുട്ടിയുടെ എണ്ണം 34. അപ്പൊ സ്വാഭാവികമായും മുതിർന്നവർ 50-ൽ നിന്ന് 34 പോയിട്ട് 16. ഒരു കുട്ടിക്ക് 10 രൂപ. അപ്പൊ 34 കുട്ടിക്ക് 34 × 10 340 രൂപ. ഒരു മുതിർന്നവന് 25 രൂപ. അപ്പൊ 16 മുതിർന്നവന് 16 × 25 740 രൂപ. സോറി, 16 × 25 400 രൂപ. മുതിർന്നവന് കിട്ടിയ 400-ഉം കുട്ടിക്ക് കിട്ടിയ 340 കൂടെ ചേർത്ത് 740 രൂപ മൊത്തം കിട്ടും. അപ്പൊ കുട്ടിയുടെ എണ്ണം 34 ആവണം. ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഒരു വഴിയില്ലേ ചെയ്ത് നോക്കാം. പക്ഷെ 4 ഓപ്ഷനും ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഈ മെത്തേഡുകൾ ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് -14, -18, -22 എന്ന ശ്രേണിയുടെ n-ാം പദം ഏത്? 10ാം ക്ലാസ്സിൽ അരിതമെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിന്റെ വേറൊരു വേർഷനാണ് കഴിഞ്ഞ LDC മെയിൻസിന്റെ പരീക്ഷയ്ക്ക് വന്നത്. ശ്രദ്ധിക്കുക. അതായത് ഒരു സമാന്തര ശ്രേണിയുണ്ട്. ഒരു സമാന്തര ശ്രേണി -14, -18, -22 ഇങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയുടെ n-ാം പദം എത്ര എന്നതാണ് ചോദ്യം. ഒന്നുകിൽ നിങ്ങളോട് n-ാം പദം എത്ര എന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക എന്നായിരിക്കും വരുന്നത്. ഓർത്തോണം. ഒന്നുകിൽ നിങ്ങളോട് ചോദിക്കുന്നത് n-ാം പദം ഏത്, അല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ n-ാം പദം കാണാനുള്ള ബീജഗണിത രൂപം ഏത് എന്നായിരിക്കും വരുന്നത്. അപ്പൊ ഇത് കേട്ട് നിങ്ങൾ പേടിക്കരുത്. ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയും. n-ഉം n² ഒക്കെ വരുന്ന സാധനമാണ് ഈ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ഇത് കേട്ട് നിങ്ങൾ പേടിക്കരുത്.
അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒന്നുകിൽ നിങ്ങളോട് എന്നാം പദം എന്നായിരിക്കും പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് എന്നാം പദം കാണാനുള്ള ബീജഗണിത രൂപം എന്നായിരിക്കും പറയുന്നത്. ഓക്കെ ആണ്. ഇനി ഏതൊരു സമാന്തര ശ്രേണിയുടെയും എന്നാം പദം കാണാനുള്ള ഇക്വേഷൻ a+n-1 × d ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, 17-ാം പദം എന്ന് പറഞ്ഞാൽ a+16 d ആണ്. 30-ാം പദം എന്ന് പറഞ്ഞാൽ a+29 d ആണ്. 47-ാം പദം എന്ന് പറഞ്ഞാൽ a+46 d ആണ്. ഏതൊരു സമാന്തര ശ്രേണിയുടെയും എന്നാം പദം കാണാനുള്ള ഇക്വേഷൻ a+n-1 × d ആണ്. ഓക്കെ. ഇനി നിങ്ങളോട് എന്നാം പദം ഏത് അല്ലെങ്കിൽ ബീജഗണിത രൂപം ഏത് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ അകത്തിൽ എയുടെയും ഡിയുടെയും വാല്യൂ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി. എന്തുവാ? എയുടെയും ഡിയുടെയും വാല്യൂ ഇട്ടുകൊടുത്താൽ മതി. ഇവിടെ എ എന്ന് പറയുന്നത് ആദ്യത്തെ പദം നമുക്കറിയാം -14. ഡി എന്ന് പറയുന്നത് മക്കളെ പൊതുവ്യത്യാസം അത്യാവശ്യം ഇത് കാണുന്നവനറിയാം. -14 -18 -18 -22 4 വീതം കുറഞ്ഞാ പോകുന്ന ഈ ശ്രേണി. അങ്ങനെയാണ് ഇവരുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -4 ഇനി അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൊതുവ്യത്യാസം എപ്പോഴും കാണാൻ തൊട്ടു മുമ്പിലത്തെ പദത്തിൽ നിന്ന് തൊട്ടു പുറകിലത്തെ പദം കുറയ്ക്കണം. അത് എവിടുന്ന് കുറച്ചാലും കുഴപ്പമില്ല. മൂന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തേത് കുറയ്ക്കുക, രണ്ടാമത്തേതിൽ നിന്ന് ഒന്നാമത്തേത് കുറയ്ക്കുക. പൊതുവ്യത്യാസം കാണാൻ രണ്ടാമത്തെ സംഖ്യയായ -18 നിന്ന് ആദ്യത്തെ സംഖ്യയായ -14 കുറയ്ക്കുക. മൈനസ് ഉണ്ടല്ലോ എന്ന് കരുതി മൈനസ് ഇടാതിരിക്കല്ല, കുറയ്ക്കുക. -18 മൈനസ് ആദ്യത്തെ സംഖ്യയായ -14. 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും. -18 + 14 ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും തമ്മിൽ കൂട്ടാൻ ഇവരുടെ വ്യത്യാസം എടുത്തു. 18ഉം 14 4. എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുത്തു. 18 14. ഇവിടെ വലിയ സംഖ്യ 18, അതിന്റെ ചിഹ്നം -4. അല്ലെ ഇത് തിരിച്ചെഴുതിയാലും മതി. 18 14 എന്നല്ലേ തിരിച്ചെഴുതിക്കും. 14 - 18 ചെറുതിൽ നിന്ന് വലുത് പോയാലും -4 കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ പൊതുവ്യത്യാസം കാണാൻ തൊട്ടു മുമ്പിലത്തെ സംഖ്യയായ -18 നിന്ന് -14 കുറയ്ക്കണം. 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും. 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും. -18 + 14 ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും ആവുമ്പോൾ ഇവരുടെ വ്യത്യാസം എടുത്തു 4. വലിയ സംഖ്യ 18, അതിന്റെ ചിഹ്നം കൊടുത്തു -4. അപ്പൊ ഇവിടുത്തെ ആദ്യ പദം -14, പൊതുവ്യത്യാസം -4. ഇനി എന്നാം പദം കാണാൻ a+n-1 × d എന്ന് പറയുന്ന ഇക്വേഷന്റെ അകത്തിൽ ഇത് അങ്ങോട്ട് ഇടുക. എ നമുക്കറിയാം -14 പ്ലസ് n-1 അറിയില്ല, ഡി നമുക്കറിയാം 4. ഇനി -14 നമ്മൾ അതുപോലെ എഴുതി. ഇനി നമ്മൾ ഈ -4 ഇവിടെയും അകത്തേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു ബ്രാക്കറ്റിന് വെളിയിൽ ഒരു സാധനം ഉണ്ട്, അവൻ എല്ലാവർക്കും കൊടുക്കണം. ഓക്കെ. അപ്പം നമ്മൾ -4 എന്നൂടെ ഗുണിച്ച -4n. ഇനി -4 -1 ഗുണിച്ച നമുക്കറിയാം +4. 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആകും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഓക്കെ ആണ്. 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇനി ഇത് സോൾവ് ചെയ്യണം. മക്കളെ ഇത് സോൾവ് ചെയ്യാൻ കുഞ്ഞുങ്ങളെ ചില ആളുകൾ സംഖ്യ ആദ്യം എഴുതും, പിന്നെ n എഴുതും. മക്കളെ ഒരു സ്റ്റാൻഡേർഡ് രൂപപ്രകാരം അങ്ങനെ വരണമെന്നൊരു നിർബന്ധമില്ല. എന്നിലുള്ള ആളുകൾ ആദ്യം വരണം. എന്നിന്റെ ടേം ഇതാ -4n. മൈനസ് കൊടുക്കാണ്ടിരിക്കരുത്. എന്നിന്റെ ടേം -4n. -4n ഞാൻ ആദ്യം എഴുതി. തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ബാക്കി എന്തൊക്കെയുണ്ട്?
-14 + 4. ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വ്യത്യാസം എടുത്ത് വലുതിന്റെ ചിഹ്നം, വ്യത്യാസം 10. വലിയ സംഖ്യ എന്ന് പറയുന്നത് 14, അതിന്റെ ചിഹ്നം -10. അല്ലെ, തിരിച്ചെന്തിച്ചാലും മതി. 4 - 14 ചെയ്താലും ഈ പറയുന്ന -10 കിട്ടും. അപ്പൊ നമ്മുടെ ഉത്തരം -4n - 10. -4n - 10 ഓപ്ഷന്റെ അകത്തിലുണ്ടോ? ഉണ്ട്, ഓപ്ഷൻ ബി. എനിക്കറിയാം പ്ലസും മൈനസും ഒക്കെ ഒന്ന് തപ്പുന്നവർക്ക് ഇച്ചിരി പണിയാണ് ഈ സാധനം, എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം പറക്കിയത്. ഒന്നും കൂടെ ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം കാണാനുള്ള ഇക്വേഷൻ ഒന്ന് ഉറക്കെ പറയൂ. a + n - 1 × d. അതിൽ a എന്ന് പറയുന്നത് ആദ്യത്തെ പദം -14, d എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. കാണുമ്പോ തന്നെ അറിയാം 4 കുറഞ്ഞു പോകുക, അല്ലെ -18 നിന്ന് -14 കുറച്ചാലും ഈ പറയുന്ന -4 കിട്ടും. ഇനി n-ാം പദം അല്ലെ ബീജഗണിത രൂപം കാണാൻ ഇതിന്റെ അകത്തോട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. a -14 + n - 1 × d -4. ഈ -14 അതുപോലെ എഴുതി, -4 എന്നൂടെ മൾട്ടിപ്ലൈ ചെയ്ത -4n, -4 -1 മൾട്ടിപ്ലൈ ചെയ്ത രണ്ട് മൈനസുകൾ തമ്മിൽ ഗുണിച്ചാൽ അത് പ്ലസ് +4. ഇനിയും എന്നിന്റെ ടേം ആദ്യം എഴുതാം. എന്നിന്റെ കൂടെ -4n ഉണ്ട്, -4n. ഇനി ബാക്കി എന്തൊക്കെയാ? -14 + 4. ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും തമ്മിൽ ചെയ്താൽ ഇവരുടെ വ്യത്യാസം എടുത്ത് വലുതിന്റെ ചിഹ്നം, വ്യത്യാസം 10. വലിയ സംഖ്യ 14, അതിന്റെ ചിഹ്നം -10. അപ്പം നമ്മുടെ ഉത്തരം -4n - 10. കുറച്ച് കുട്ടികൾ ചിന്തിക്കുക, ഇത് തിരിച്ചെഴുതിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇപ്പൊ 4 + 3 എന്ന് എഴുതിയാലും 7ആണ്, 3 + 4 എന്ന് എഴുതിയാലും 7. തിരിച്ച് -10 -4, കാര്യം സംഖ്യ ആദ്യം -10 പിന്നെ -4 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. മിക്കവാറും ഒരു സ്റ്റാൻഡേർഡ് രൂപപ്രകാരം n ആദ്യം വരുമെന്നേ ഉള്ളൂ. അപ്പൊ -4n - 10 ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഒരു വട്ടം കൂടെ ചെയ്തു നോക്കണം, വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് കൃത്യമായത് തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. 6ാം ക്ലാസ്സിലെ 2 കാര്യങ്ങൾ 2 പ്രസ്താവനയായിട്ട് തന്ന, ഒരു പാഠത്തിലെ 2 കാര്യങ്ങൾ 2 പ്രസ്താവനയായിട്ട് തന്നതാണ്, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഒരു വർഗസംഖ്യകളുടെ ആകെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. രണ്ടാമത്തെ പ്രസ്താവന, 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായ സംഖ്യകൾക്ക് ആകെ 4 ഘടകങ്ങളാണുള്ളത്. ഇങ്ങനെ 4 ചോദ്യം. നമുക്ക് ഓരോ പ്രസ്താവനയും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ പ്രസ്താവന, ഒരു വർഗസംഖ്യകളുടെ ആകെ ഘടകങ്ങളുടെ എണ്ണം, വർഗസംഖ്യകളുടെ എന്നല്ല ഗ്രാമാറ്റിക്കലി, ഒരു വർഗസംഖ്യയുടെ എന്നാണ്. ഒരു വർഗസംഖ്യയുടെ ആകെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും. ഇങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾ കണ്ട ഉറപ്പിച്ചോളാം ഇത് തെറ്റാണ്. ഇപ്പൊ കുറച്ചു പേര് ഇത് ആലോചിക്കും, ഇതെന്തുവാ സംഭവം. അതായത് ഒരു വർഗസംഖ്യ ഞാൻ പറയാം. വർഗസംഖ്യ എന്ന് പറയുമ്പോൾ വർഗമായിട്ട് വരുന്ന 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 9, 16, 25, 36, 49 ഇതെല്ലാം വർഗസംഖ്യകളാണ്, സ്ക്വയർ സംഖ്യകളാണ്. അപ്പോൾ ഞാനൊരു സ്ക്വയർ സംഖ്യ എടുക്കാൻ പോവാണേ. 4. 4ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 1 ഒരു ഘടകമാണ്, 2 ഒരു ഘടകമാണ്, 4 ഒരു ഘടകമാണ്. എത്ര ഘടകങ്ങളുണ്ട്? 3 ഘടകങ്ങൾ. ഇപ്പൊ ഘടകങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ? ഒറ്റ സംഖ്യ. ഇനി ഞാൻ വേറെണ്ണം പറയാം. മറ്റൊരു വർഗസംഖ്യ 16, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. 16. 16ന്റെ ഒരു ഘടകം 1, അടുത്ത ഘടകം 2, അടുത്ത ഘടകം 4, അടുത്ത ഘടകം 8, അടുത്ത ഘടകം 16. 16ന് മക്കളെ എത്ര ഘടകങ്ങളുണ്ട്? 5.
ഘടകങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ? ഒറ്റ സംഖ്യയാണ്. ഇനി അടുത്ത വേറെണ്ണം 5ന്റെ 25. 25ന്റെ ഒരു ഘടകം 1, ഒരു ഘടകം 2 പറയരുത്, ഇല്ല 5. അടുത്ത ഘടകം 25. 25-നാകെ 3 ഘടകങ്ങളേ ഉള്ളൂ. വർഗങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ? ഒറ്റ സംഖ്യ. ഇനി വേറെണ്ണം 36. 6ന്റെ സ്ക്വയർ. ഇപ്പൊ വർഗസംഖ്യ 36. ഒരു ഘടകം 1, ഒരു ഘടകം 2, ഒരു ഘടകം 3, ഒരു ഘടകം 4, ഒരു ഘടകം 6. വേണ്ടായിരുന്നു, കണ്ടമാനമുണ്ട്. അടുത്തത് 8 ഇല്ല, 9. അടുത്തത് 12. അടുത്ത 18. അടുത്ത 36. ഇതൊക്കെയാണ് 36ന്റെ ഘടകങ്ങൾ. ആലോചിച്ച് നോക്കെ, 36ന് എത്ര ഘടകമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഘടകമുണ്ട്. 9 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഒറ്റ സംഖ്യ. അപ്പൊ നമ്മൾ പഠിക്കുന്ന, നിങ്ങളൊരു ബോക്സിലാക്കി വെക്കേണ്ട പുതിയൊരു റൂളാണ് ഇത്. ചിലപ്പോൾ അല്ലാതെയും ഒരു ചോദ്യമായിട്ട് വരാം. മക്കളെ, ഏതൊരു സ്ക്വയർ സംഖ്യയുടെയും സ്ക്വയറായിട്ട് വരുന്ന, അതായത് റൂട്ട് എടുക്കാൻ പറ്റുന്ന സ്ക്വയറായിട്ട് വരുന്ന ഏതൊരു സംഖ്യയുടെയും ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ്. ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ്, ഇരട്ട സംഖ്യ അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയുന്നു. ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ, ഒരു വർഗസംഖ്യയുടെ കൃത്യം സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റുന്ന സ്ക്വയറായി വരുന്ന ഒരു സംഖ്യയുടെ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 4, 9, 25, 36, 49, ഇങ്ങനെ ഒരു വർഗസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഒറ്റ സംഖ്യ ആയിരിക്കും, ഇരട്ട സംഖ്യ ആവത്തില്ല. റൂളാണ്. അപ്പൊ ഇവിടെ ഒരു വർഗസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഇരട്ട സംഖ്യ അല്ല, ഒറ്റ സംഖ്യയാണ്. ആദ്യത്തേത് തെറ്റാണ്. ഇനി അടുത്ത് പ്രസ്താവന 2. 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായ സംഖ്യകൾക്ക് ആകെ 4 ഘടകങ്ങളാണ് ഉണ്ടാവുക. കറക്റ്റായിട്ട് പറയുകയാണ്. 2 അഭാജ്യ സംഖ്യകൾ, 2 അഭാജ്യ സംഖ്യകൾ ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യകൾക്ക് 4 ഘടകങ്ങളെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു. 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരേ അഭാജ്യ സംഖ്യ കൊണ്ട് ആരും ഗുണിക്കത്തില്ല. 2 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി വരുന്ന സംഖ്യക്ക് 4 ഘടകങ്ങളാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇതെപ്പോഴും ശരിയാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. 2 അഭാജ്യ സംഖ്യകൾ എടുക്കണം പിള്ളേരെ. ഏത് വേണം എടുക്കാം. ഞാൻ 2ഉം 3ഉം എടുത്തു. ഇത് 2ഓടെ ഗുണിച്ച 6. 2 അഭാജ്യ സംഖ്യകൾ ഗുണിച്ചപ്പോൾ നമുക്ക് 6 കിട്ടി. ഈ 6ന് 4 ഘടകമാണോ ഉള്ളത്? 6ന്റെ ഒരു ഘടകം 1, ഒരു ഘടകം 2, ഒരു ഘടകം 3, ഒരു ഘടകം 6. കിട്ടി 4. ഇതെല്ലായിടത്തും ശരിയാവുമെന്ന് നമുക്ക് നോക്കാം. വേറൊരെണ്ണം 3 ഗുണം 5. 2 അഭാജ്യ സംഖ്യ, ഒരെണ്ണം 3, ഒരെണ്ണം 5. ഈ 2 അഭാജ്യ സംഖ്യകൾ ഗുണിക്കുമ്പോൾ മക്കളെ നമുക്ക് 15 കിട്ടും. ഈ 15ന് എത്ര ഘടകമുണ്ട്? ഒരെണ്ണം 1, ഒരെണ്ണം 3, ഒരെണ്ണം 5, ഒരെണ്ണം 15. അതേണ്ട ഇവിടെ 4 കിട്ടി. കൊള്ളാലോ കളി. വേറെണ്ണം നോക്കാം. വേറെ 2 അഭാജ്യ സംഖ്യ, ഒരെണ്ണം 2, ഒരെണ്ണം 5. 2ഉം 5ഉം കൂടെ ഗുണിച്ചു 10. 2 അഭാജ്യ സംഖ്യകൾ ഗുണിച്ചപ്പോൾ 10 കിട്ടി. ആ 10ന് എത്ര ഘടകമുണ്ട്? ഒരു ഘടകം 1, ഒരു ഘടകം 2, ഒരു ഘടകം 5, ഒരു ഘടകം 10. അവിടെ 4 കിട്ടി. എന്നാ ഇച്ചിവിടെ വലുത് നോക്കാം. 7ഉം 5ഉം കൂടെ ഗുണിക്കുക. 7ഉം 5ഉം. 7ഉം 5ഉം എത്ര? 7ഉം 5ഉം അഭാജ്യ സംഖ്യകളാണ്. അത് 2ഉം കൂടെ ഗുണിച്ചപ്പോൾ 35 വന്നു. ആ 35ന് എത്ര ഘടകമുണ്ട്? 35ന്റെ ഒരു ഘടകം 1, ഒരു ഘടകം 5, ഒരു ഘടകം 7, ഒരു ഘടകം 35. എത്ര പറ? 4. അതായത് മക്കളെ, സംഭവം ഇത്രയേ ഉള്ളൂ. അഭാജ്യ സംഖ്യകൾ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ സാധനത്തിന്റെ ഒരു ഘടകം 1ഉം ഒരു ഘടകം ആ സംഖ്യയുമായിരിക്കും എപ്പോഴും. പിന്നെ അഭാജ്യ സംഖ്യകൾക്ക് മറ്റു ഘടകങ്ങൾ എന്തായാലും ഇല്ല. ഉണ്ടോ? അപ്പൊ ഇവന്മാർ 2 പേരും. അപ്പൊ എത്രണ്ണേ ഉള്ളൂ? 4. മനസ്സിലായോ? ഇത് നിങ്ങൾ എത്ര ഗുണിച്ചാലും ഇത് 4 വരും. ഞാൻ ഈ ഗുണിച്ചു പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മക്കളെ, അഭാജ്യ സംഖ്യകളാ ഗുണിക്കുന്നത്. അഭാജ്യ സംഖ്യകൾക്ക് വേറെ ഘടകങ്ങളൊന്നുമില്ല. അപ്പൊ അഭാജ്യ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നവന്മാർക്കും ആ 2 സംഖ്യകൾ ഓൾറെഡി ഘടകമായിരിക്കും, വേറെ ഇല്ല.
പിന്നെ ലോകത്തുള്ള എല്ലാ സംഖ്യയുടെയും ഒരു ഘടകം ഒന്നും ഒരു ഘടകം ആ സംഖ്യയുമാ. അപ്പൊ നമുക്ക് കിട്ടി 2. ഈ രണ്ടും കൂടെ ചേർത്ത് മൊത്തം എത്ര ഘടകമേ ഉള്ളൂ? 4 ഘടകം. വന്നതിന്റെ കൺസെപ്റ്റ് പിടികിട്ടിയോ? അഭാജ്യ സംഖ്യകൾ ഗുണിച്ച് ഒരു സംഖ്യ ഒപ്പിച്ചു. അപ്പൊ അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ ആ സംഖ്യയുടെ ഘടകമായിട്ട് ഈ 2 അഭാജ്യ സംഖ്യകൾ വരും. കാര്യം അവർ ഗുണിച്ചിട്ടല്ലേ വരുന്നത്. കാര്യം അവർക്ക് വേറെ ഘടകങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ 2 പേരേ വരും. പിന്നെ ലോകത്തിലെ എല്ലാ സംഖ്യയുടെയും ഒരു സംഖ്യ ആ ഘടകവും ഒരു ഘടകം ആ സംഖ്യയും ഒരു ഘടകം ഒന്നുമാണ്. അപ്പൊ അങ്ങനെ 2 4. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് 100% ശരിയാണ്. ഒന്നുകൂടെ പറഞ്ഞേ, 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായ സംഖ്യക്ക് ആകെ 4 ഘടകങ്ങളാണ് ഉണ്ടാവുക. ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയുമാണ്. ഓപ്ഷൻ എ 1 മാത്രം ശരിയല്ല, 2 മാത്രം ശരി 100%. 3ഉം 2ഉം ശരിയല്ല, 1ഉം 2ഉം തെറ്റല്ല. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. പൊളിയായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ് ഒന്ന് മനസ്സിൽ ബൈഹാർട്ട് ചെയ്തേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഏതൊരു വർഗസംഖ്യയ്ക്കും ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കും. വർഗമായി വരുന്ന സംഖ്യകൾ 1, 4, 9, 16, 25, 49, 36 അങ്ങനെയുള്ള വർഗസംഖ്യകൾക്ക് റൂട്ട് എടുക്കാൻ പറ്റുന്ന സംഖ്യകൾക്ക് ഉറപ്പിച്ചോളുക, ആകെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കും, ഏതെങ്കിലും ഒരൊറ്റ സംഖ്യ. പിന്നെ 2 അഭാജ്യ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യക്ക് എത്ര ഘടകമേ ഉള്ളൂ? 4 ഘടകമേ ഉള്ളൂ. എന്തുകൊണ്ടാ? അഭാജ്യ സംഖ്യകൾക്ക് വേറെ ഘടകങ്ങളില്ല. അപ്പൊ ആ 2 ഘടകമാ. പിന്നെ ഉള്ള 1 ആ സംഖ്യയും. അപ്പൊ 2 അഭാജ്യ സംഖ്യകൾ, 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യകൾ ഗുണിക്കുമ്പോ കിട്ടുന്ന സംഖ്യക്ക് ആകെ എത്ര ഘടകമാ ഉള്ളത്? 4 ഘടകം. ഓക്കെ ആണ്. പഠിച്ചേ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ജോണി 50,000 രൂപയും ജലീൽ 40,000 രൂപയും ജയൻ 20,000 രൂപയും മുടക്കി കൂട്ടുകച്ചവടം തുടങ്ങിക്കോട്ടെ. 1 മാസം കഴിഞ്ഞപ്പോ കിട്ടിയ 3,300 രൂപ ലാഭം മുടക്കുമുതലിന്റെ അംശബന്ധത്തിൽ വീതിച്ചു. ജലീലിന്റെ ലാഭം എത്ര എന്നതാണ് ചോദ്യം. 8ാം ക്ലാസ്സിലെ ഒരു ചോദ്യം. മക്കളെ, പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. മക്കളെ, പങ്ക് കച്ചവടം ഇത് കണ്ടോ. ജോണി എന്ന് പറയുന്ന ആള് 50,000 രൂപ മുടക്കി. ജലീൽ എന്ന് പറയുന്ന ആള് 40,000 രൂപ മുടക്കി. ജയൻ എന്ന് പറയുന്ന ആള് 20,000 രൂപ മുടക്കി ഒരു കച്ചവടം തുടങ്ങി. മക്കളെ, ഒരു കച്ചവടത്തിന്റെ ബേസിക് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ കൂടുതൽ മുടക്കുന്നത് അയാൾക്കായിരിക്കണം കൂടുതൽ കിട്ടുക. ഒന്നാലോചിച്ച്, ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ഒരു കച്ചവടം തുടങ്ങി. ഞാനാണ് 20,000 രൂപ തന്നു, നിങ്ങളാണ് 50,000 രൂപ തന്നു. അപ്പൊ മൊത്തം 70,000 രൂപ മുടക്കിയിട്ടാണ് കച്ചവടം തുടങ്ങുന്നത്. നമുക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 1,00,000 രൂപ കിട്ടി. അപ്പൊ നിങ്ങളും അപ്പൊ നമ്മളിത് 50,000 വെച്ച് 50-50 ആയിട്ട് വീതിക്കോ? ഇല്ല. എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. എന്താ പറയുന്നത്? എടാ, നീ 20,000 തന്നുള്ളൂ, ഞാൻ 50,000 മുടക്കിയിട്ടാ എനിക്ക് ഇത്രയും കിട്ടിയേ. നമുക്ക് ഇത്രയും കിട്ടുമ്പോ എന്റെ മുടക്കുന്നതിന്റെ പൈസ എനിക്ക് വേണ്ടേ? സ്വാഭാവികമായി. അപ്പൊ ഒരു പങ്ക് കച്ചവടത്തിൽ ആരാണോ കൂടുതൽ മുടക്കുക അയാൾക്ക്. അപ്പൊ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മുടക്കുന്നതിനനുസരിച്ചാണ് ലാഭവും വീതിക്കുക. ഇവിടെ ലാഭം മുടക്കുമുതലിന്റെ അംശബന്ധത്തിൽ വീതിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ ക്വസ്റ്റ്യനകത്ത് പറയേണ്ട ഒരു കാര്യവും. നിങ്ങളോട് അവര് ഒരു ഇച്ചിരി മയത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ ചോദ്യത്തിൽ വരണമെന്ന് ഒരു നിർബന്ധവും. ഏതൊരു പങ്ക് കച്ചവടമായാലും എത്ര രൂപ നമ്മൾ ഓരോരുത്തരും മുടക്കുന്നോ അതിനനുസരിച്ചുള്ളത് നമുക്ക് കിട്ടും. വിതച്ചതേ കൊയ്യൂ. ഓക്കെ ആണ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ മുടക്കുന്ന പൈസക്ക് അനുസരിച്ചുള്ള ഇത്. അപ്പൊ ഇവിടെ ജോണി എന്ന് പറയുന്ന ആള് എത്ര? 50,000 രൂപ മുടക്കി. ഓക്കെ. ജലീൽ എന്ന് പറയുന്ന ആള് 40,000 രൂപ മുടക്കി. ജയൻ എന്ന് പറയുന്ന ആള് 20,000 രൂപ മുടക്കി. അപ്പോഴേ ഉറപ്പിച്ചോണം ഇവര് മുടക്കിയത് ഇത്രയുമാണ്. മുടക്കുന്നതിന്റെ റേഷ്യോ എത്രന്ന് കണ്ടുപിടിക്കുക, മുടക്കിയതിന്റെ. അപ്പൊ 50,000ന്റെ 4 പൂജ്യവും ഈ 40,000ന്റെ 4 പൂജ്യവും
20,000ന്റെ 4 പൂജ്യം കൂടെ ക്യാൻസലായി. അപ്പൊ ഇവരുടെ മുടക്കു മുതലിന്റെ റേഷ്യോ 5:4:2. ഇതിനനുസരിച്ചാണ് ഇവർ ലാഭവും വീതിക്കുക. അപ്പൊ എത്ര രൂപ മുടക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ഒരു റേഷ്യോ ഉണ്ടാക്കാം. അപ്പൊ 50,000, 40,000, 20,000. അപ്പൊ മുടക്കിയതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:4:2. അപ്പോ ഇവർ ലാഭവും വീതിക്കുന്നത് ഈ റേഷ്യോ പ്രകാരമാണ്, 5:4:2. ഒന്നുകൂടെ, മുടക്കിയതിന്റെ റേഷ്യോ പ്രകാരം 5:4:2 എന്ന് കിട്ടി. അപ്പൊ ഇവർ ലാഭവും വീതിക്കുന്നത് ഈ റേഷ്യോ പ്രകാരമാണ്, 5:4:2. അതായത് ഇവർക്ക് എത്ര രൂപ ലാഭം കിട്ടിയാലും ഇവരതിനെ 5ഉം 4ഉം 9ഉം 2ഉം 11 ഭാഗമാക്കും. അതിൽ 5 ഭാഗം ജോണിക്കാണ്, 4 ഭാഗം ജലീലിനാണ്, 2 ഭാഗം ജയനാണ്. ഇവർക്ക് എത്ര രൂപ കിട്ടിയാലും ജോണിക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 5/11 ഗുണം അത്. ജലീലിന് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 4/11, 11ൽ 4. ജയൻ എത്ര എന്ന് ചോദിച്ചാൽ 2/11, മൊത്തം 11 തുല്യ ഷെയറുകളിൽ 2. നമ്മളോട് എന്തോ ചോദിച്ചേ? ജലീലിന്റെ ലാഭവിഹിതം. ജലീലിന്റെ റേഷ്യോയായ 4 ടോട്ടൽ റേഷ്യോയായ 11 ഗുണം അവർക്ക് എത്ര കിട്ടിയോ അത്. എത്ര? 3300. ഇനി ജയനായിരുന്നെങ്കിൽ 2 ടോട്ടൽ റേഷ്യോയായ 11 ഗുണം 3300. ജോണിയാണ് 5 ടോട്ടൽ റേഷ്യോയായ 11 ഗുണം 3300. ഒരു 11 11 11 3 33 300 300 ഗുണം 4. നമ്മുടെ ഉത്തരം 1200 സെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ ആണ്. ഒന്നൂടെ, ജോണിയും ജലീലും പിന്നെ ജയനും കൂടെ ഒരു കച്ചവടം തുടങ്ങി. ജോണി എന്ന് പറയുന്ന ആള് 50,000 ഇട്ടു, ജലീൽ എന്ന് പറയുന്ന ആള് 40,000 ഇട്ടു, ജയൻ എന്ന് പറയുന്ന ആള് 20,000 ഇട്ടു. അപ്പൊ അവർ മുടക്കിയതിന്റെ റേഷ്യോ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. 50,000-ലും 40,000-ലും 20,000-ലും 4 പൂജ്യം കൊണ്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ അവർ മുടക്കിയതിന്റെ റേഷ്യോ 5:4:2. അവർ മുടക്കിയത് ഈ റേഷ്യോയിലാണ്. അപ്പൊ അവരുടെ ലാഭവും ഈ റേഷ്യോയിൽ വീതിക്കണം, 5:4:2. അപ്പൊ ജയന്റെ ലാഭം, ജയന്റെ വിഹിതം എത്രയാന്ന് ചോദിച്ചാൽ 2, ആകെ 11. 5 4 9 2. ഇനി ജലീലിന്റെ ആണ് 4, ആകെ 11. ജയോണിയുടെ ആണ് 5, ആകെ 11. നമ്മളോട് ചോദിച്ചാൽ ജലീലിന്റെ ലാഭം കാണാൻ 4 ടോട്ടലായ 11 ഗുണം എത്ര ലാഭം കിട്ടിയോ അത് 3300. ഒരു 11 11 11 3 33 300. 300 ഗുണം 4. നമ്മുടെ ഉത്തരം 1200 എന്ന് കിട്ടും. ഇനി ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യാതെ വേറെ രീതി ആലോചിക്കും. എടാ, മൊത്തം 11 ഭാഗമല്ലേ, 11 ഭാഗം 3300, ഒരു ഭാഗം അപ്പം 300 എന്ന് ചിന്തിക്കല്ലേ? ചിന്തിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് 4 ഭാഗം 300, 1200. ഇനി ചിലർ ചിന്തിക്കുന്ന മൊത്തം ഇത് 5x, ഇത് 4x, ഇത് 2x, മൊത്തം 11x ആണ് 3300. അപ്പോൾ 1x എന്ന് പറഞ്ഞാൽ 300. ഇതപ്പം 4x ആണ് 4,300. അതൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഏതാണോ അത് ചെയ്യാം. ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര രൂപ മുടക്കുന്നു അതിനനുസരിച്ച് ഒരു ലാഭമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമ്മൾ മുടക്കുന്നതിൻ്റെ ഒരു റേഷ്യോ കണ്ടുപിടിക്കുക. ആ റേഷ്യോ പ്രകാരമായിരിക്കണം എന്തും വീതിക്കേണ്ടത്, ലാഭവും വീതിക്കേണ്ടത്. സെറ്റാണ്. അടുത്ത ചോദ്യം. പക്ഷിക്കൂട്ടത്തോട് കുട്ടി ചോദിച്ചു, നിങ്ങൾ എത്ര പേർ? ഒരു പക്ഷി പറഞ്ഞു, ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 100 ആവും. എത്ര പക്ഷികളുണ്ട്? ഇനി എന്തായാലും ആ കുട്ടി പക്ഷികളോട് എത്ര പേരുണ്ടെന്ന് ചോദിക്കത്തില്ല. ആ കുട്ടിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. അതായത് കുറേ പക്ഷികൾ പറന്നു പോകായിരുന്നു. 8ാം ക്ലാസ്സിലെ ചോദ്യം. അപ്പൊ പക്ഷികൾ പറന്നു പോകുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഒരു പക്ഷി പറഞ്ഞു, ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും ഒന്നും ചേർന്നാൽ 100 ആകും.
എത്ര പക്ഷികളുണ്ട്? ഓക്കെ, ഞാനാണേ പറഞ്ഞതിന് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് അറിയണ്ട, നിങ്ങൾ പൊക്കോളെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഒന്നുകൂടെ, ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളിൽ പകുതിയും അതിൽ പകുതിയും പിന്നെ ഒന്നുകൂടെ ചേർന്ന 100 ആകും. അങ്ങനെയാണ് എത്ര പക്ഷികളുണ്ട് എന്നതാണ് ചോദ്യം. ഇതും വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ വെച്ച് ചെയ്യാം. എന്നാലും ഇത് പ്രോപ്പറായി ചെയ്യുന്നത് ഞാനൊരു 2 വട്ടം പറയും. അത് പഠിച്ച കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പ്രയോജനമാണ് മുമ്പോട്ട് പലതിലും. എന്നിട്ട് ഒരു വഴിയിൽ ഓപ്ഷനൂടെ കാണിക്കാൻ ശ്രദ്ധിക്കുക. മക്കളെ, ആകെ പക്ഷികളുടെ എണ്ണം എക്സ് ആണെന്നിരിക്കട്ടെ, എക്സ്. ഇനി ഇവരെന്തുവാ പറഞ്ഞേ? ഞങ്ങളും എക്സ്, ഞങ്ങളോളവും അത്രയും പോരും, അതായത് എക്സ് തന്നെ. വീണ്ടും ഞങ്ങളിൽ പകുതിയും എക്സ് അല്ലേ, അതിന്റെ പകുതി x/2. അതിൽ പകുതി x/2ന്റെ പകുതി, x/2ന്റെ പകുതി x/4 ആണ്. അതായത് 1/2ന്റെ പകുതി 1/4 അല്ലേ, അതുപോലെ x/2 ഉണ്ട്, അതിന്റെയും പകുതി എന്ന് പറഞ്ഞാൽ x/4. ഒന്നും ഇത് വെറും 1. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ മക്കളെ എത്ര കിട്ടും? 100. ചേർന്നാൽ 100. സ്റ്റെപ്പ് എഴുതുന്നത് ഒന്നുകൂടെ, പക്ഷികളുടെ എണ്ണം എക്സ്, ഞങ്ങളും എക്സും, ഞങ്ങളോളവും വീണ്ടും ഞങ്ങൾ തന്നെ എക്സ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു 17 പേരുണ്ട്, നമ്മൾ 17, നമ്മളോളവും 17 തന്നെ, അങ്ങനെ മൊത്തം 34. അതുപോലെ ഞങ്ങളും എക്സ്, ഞങ്ങളോളവും വീണ്ടും എക്സ്, ഞങ്ങളിൽ പകുതിയും x/2, അതിൽ പകുതി x/2 ആ ഞങ്ങളിൽ പകുതി, അതിന്റെ പകുതി x/4, പിന്നെ ഒന്നും വെറും 1. ഇതെല്ലാം കൂടെ ചേരുമ്പോ മക്കളെ 100 ആവും. അപ്പോ ഈ 100 നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇത്രയും വരും, x പ്ലസ് x/2 പ്ലസ് x/4. ഈ +1 അപ്പുറത്ത് പോയി -1 ആവും. 100 -1 അപ്പൊ എന്തുവായി? 99. ഇത്രയുമാണ് അവര് പറഞ്ഞത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ സാധനങ്ങൾ. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ എഴുതി നോക്കാം. ഞങ്ങളും പക്ഷികളുടെ എണ്ണം എക്സ്, ഞങ്ങളോളവും വീണ്ടും എക്സ്, ഞങ്ങളിൽ പകുതിയും x/2, അതിൽ പകുതിയും x/2ന്റെ പകുതി x/4, പിന്നെ 1. ഇതെല്ലാം കൂടെ ചേരുമ്പോ എത്ര ആവും? 100 ആവും. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇവരെ അപ്പുറത്തേക്ക് വിട്ടാം, +1നെ അപ്പുറത്തേക്ക് വിട്ടാം, -1 ആവും. നോക്ക്, ഈ +1 അവിടെ പോയി -1 ആവും. കാര്യം എക്സ് അല്ല ഒരു സൈഡിൽ നിൽക്കട്ടെ. അപ്പൊ ഈ +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആയി. അപ്പൊ ഈ സാധനത്ത് 99 വരും. ആണ് +1 അപ്പുറത്ത് വരും. അപ്പൊ 100 -1 90. അപ്പൊ ഇങ്ങനെ ഒന്ന് എടുത്ത് എഴുതിക്ക്, എക്സ് പ്ലസ് വീണ്ടും എക്സ് പ്ലസ് x/2 പ്ലസ് x/4 = 99. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഛേദ എല്ലായിടത്തും ഡിഫറൻറ്റാ. ഇവിടെ പറഞ്ഞില്ലേലും നമുക്കറിയാം ഛേദ 1, ഇവിടെ പറഞ്ഞില്ലേലും നമുക്കറിയാം ഛേദ 1. 4ഇടത്തും ഛേദം ഡിഫറൻറ്റാ. ഛേദം ഡിഫറൻ്റ് ആണ്. ഛേദത്തിന്റെ എൽസിയം എടുക്കുക. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 4. 1ന്റെയും 2ന്റെയും 4ന്റെയും എൽസിയം എടുത്തു, അത് 4 ആണ്. അപ്പൊ എന്തായാലും അടിയിൽ 4 വരിക. ആലോചിച്ച് നോക്ക, അടിയിൽ എന്തായാലും 4. ഛേദ എൽസിയം അടിയും. നീ ഓരോ ടേമിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. x × 4/1, അപ്പൊ ഇത് 4x ആയി. വീണ്ടും 4 കൊണ്ട് x × 4/1 പ്ലസ് 4x ആയി. ഇവിടെയും 4 കൊണ്ട് 1 2 2, ഇത് 2 പ്ലസ് 2x ആയി. ഇവിടെയും 4 കൊണ്ട് വെട്ടിപ്പോകും, പ്ലസ് x ആയി, = 99. നിങ്ങൾ ചിലപ്പോ ഇവിടെ 1 4 ആവൻ 4, ഈ 4 മേളി, 1 4 ആവൻ 4, ഈ 4 മേളി, 2 4 ആവൻ 2, ഈ 2 മേളി, 4 4 ആവൻ 1, ഈ 1 മോളി. അങ്ങനെയായിരിക്കും നിങ്ങളുടെ സൗകര്യം. ഞാൻ ഓരോ ടൈമിന് ഇവിടെ 4x-ഉം 4x കൂടെ കൂട്ടിയ 8x, 8x-ഉം 2x കൂടെ കൂട്ടിയ 10x, 10x 1x കൂടെ കൂട്ടിയ 11x, 11x/4 = 99. അങ്ങനെയാണ്. നോക്കിക്കോണേ,
എക്സ് കാണാൻ ഈ 11/4 അപ്പുറത്ത് പോകണം. ഒരു ഇൻഡു അപ്പുറത്ത് പോയ ഡിവിഷനാണ്, ഡിവിഷൻ അപ്പുറത്ത് പോയ ഇൻഡു ആണ്. വേണമെങ്കിൽ ക്രോസ് ചെയ്യാം, 99/4/11 എന്നൊക്കെ. ഇങ്ങനെ ഒരു സാധനം അപ്പുറത്ത് പോകുമ്പോൾ പ്ലസും മൈനസും ഒന്നും ഇവിടെ ഇല്ല. ഒരു ഫ്രാക്ഷൻ അപ്പുറത്ത് പോകുമ്പോൾ താഴെയുള്ളത് മേളിലും മേളിലുള്ളത് താഴെയും വരും. അപ്പുറത്തെ സൈഡിൽ 99 11/4 അപ്പുറത്ത് പോകുമ്പോൾ 4/11. ഇത് വേണേ ക്രോസ് ചെയ്യണം, ഇൻറ്റു 4, ഇത് താഴെ. അപ്പോഴും നമുക്ക് എന്ത് തന്നെ വരുന്നത് 4/11. ഒരു 11 11 11 9 99 9/4 നമുക്ക് പറയാം 36. ഓക്കെ ആണോ? അപ്പൊ ഞാന് ഒരു വട്ടം കൂടെ പടേന്ന് പിടിക്കും. നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം. ഞങ്ങളും എക്സ്, ഞങ്ങളോളവും എക്സ്, ഞങ്ങളിൽ പകുതി x/2, അതിൽ പകുതി x/4, എന്നിട്ട് ഒന്നും കൂടെ ചേരുമ്പോ 100 വരും. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് 100 കിട്ടും. അപ്പൊ ഈ +1 അപ്പുറത്ത് പോകുമ്പോ -1 ആയി 99 ആയി. അപ്പൊ x + x + x/2 + x/4 എന്ന് പറയുന്ന സാധനം നമുക്ക് മനസ്സിലായി 99. ഇതിന്റെ അടിയിൽ 1 ആണ്, ഇതിന്റെ അടിയിലും 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഛേദത്തിന്റെ 1ന്റെയും 1ന്റെയും 2ന്റെയും 4ന്റെയും LCM എടുത്തു 4. അപ്പൊ എന്തായാലും 4 അടിയിൽ വരും. ഓരോ ടേമിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ആരും വെട്ടാനില്ല, 4x. ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ആരും വെട്ടാനില്ല, 4x. ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ, 2ഉം 4ഉം വെട്ടി, 2x. ഇവിടെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4ഉം 4 പോയി, ബാക്കി എക്സേ ഉള്ളൂ, ഈക്വൽ ടു 99. 4x 4x 8x 2x 10x 10x 1x 11x 11x/4 ഈക്വൽ ടു 99. അപ്പൊ എക്സ് കാണാൻ മക്കളെ ആ സൈഡിൽ ഓൾറെഡി 99 ഉണ്ട്. ഈ 11/4 അപ്പുറത്ത് പോയി 4/11. ഒരു 11 11 11 9 99. അപ്പൊ എക്സിന്റെ വില സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും 36. മുമ്പോട്ട് പോകാം. ഇനി മക്കളെ ഇത് ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓപ്ഷനും കൂടെ ഞാനൊന്ന് കാണിക്കാം. ആദ്യത്തെ ഓപ്ഷൻ 40, ഞങ്ങളും 40, ഞങ്ങളോളവും 40. പക്ഷിക്കുള്ള 40 ആണെന്ന് ഇരിക്കട്ടെ, മൊത്തം 100 വരണം. പക്ഷികൾ 40, ഞങ്ങളോളം 40, ഞങ്ങളിൽ പകുതി 20, അതിൽ പകുതി 10, പിന്നെ 1. ഇതെല്ലോടെ കൂട്ടുമ്പോൾ 100 കിട്ടും. ഇതെല്ലോടെ കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി 101 ആയി. 40 40 80, 80 20 100, 100 10 110, 110 101 അല്ല 111 ആയി. ഇതെല്ലോടെ കൂട്ടുമ്പോൾ എന്തായാലും 40 അല്ല. ഇനി അടുത്തത് ഞങ്ങൾ 28, ഞങ്ങളോളം എന്ന് പറഞ്ഞാൽ 28, പിന്നെ അതിൽ പകുതി 28ന്റെ പകുതി 14, അതിൽ പകുതി എന്ന് പറയുമ്പോൾ 14ന്റെ പകുതി എത്ര പറ? 7, പിന്നെ 1. ഇതെല്ലോടെ കൂട്ടുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും 100 കിട്ടത്തില്ല. കൂട്ടാൻ എനിക്ക് വയ്യ. ഇനി അടുത്തത് ഞങ്ങൾ 30 ആണെന്നിരിക്കട്ടെ. പക്ഷികൾ 30ഉം ഞങ്ങളോളവും 30, ഞങ്ങളിൽ പകുതി 15, അതിൽ പകുതി 7.5, പിന്നെ 1. 7.5 വരുമ്പോഴേ നമുക്ക് മനസ്സിലായി കൃത്യമായിട്ടൊരു സംഖ്യയില്ല. പിന്നെ ഉള്ളത് ഓപ്ഷൻ ഡി. പക്ഷികളുടെ എണ്ണം 36 ആണെങ്കിൽ ഞങ്ങള് 36, ഞങ്ങളോളവും 36, ഞങ്ങളിൽ പകുതി 36ന്റെ പകുതി 18, അതിൽ പകുതി 18ന്റെ പകുതി 9, പിന്നെ 1. ഇതെല്ലോടെ കൂട്ടുമ്പോൾ 100 കിട്ടുമോ നോക്കിയേ. 36 36 72, 72 18 90, 90 9 99, 1 100. കണ്ടോ? അപ്പൊ പക്ഷികളുടെ എണ്ണം 36. ഞങ്ങള് 36, ഞങ്ങളോളം 36, ഞങ്ങളിൽ പകുതി 18, അതിൽ പകുതി 9, പിന്നെ 1, അങ്ങനെ മൊത്തം 100. ഓപ്ഷൻ 36 വന്നാലേ നടക്കൂ. പക്ഷികളുടെ എണ്ണം 36. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. വൃത്തത്തിൽ ഒരു സമചതുരം അന്തർലേഖനം ചെയ്തിരിക്കുന്നു. ഓക്കെ, ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് സമചതുരത്തിലാകാനുള്ള സാധ്യത എന്ത് എന്നതാണ് ചോദ്യം. 10ാം ക്ലാസ്സിലെ മറ്റൊരു ചോദ്യമാണ് മക്കളെ. 2020
UPന്റെ പരീക്ഷയ്ക്ക് വന്ന മോഡലാണ്. സെയിം ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, ശ്രദ്ധിക്കും. കഴിഞ്ഞ ദിവസത്തെ SCRTയുടെ ക്ലാസ്സിൽ ഇതേപോലെ നമ്മളൊരു ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചവർക്ക് ഇത് എളുപ്പം. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു ഇതിന്റെ 3-4 ചോദ്യത്തിലേക്ക് വരും. അപ്പൊ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. അത് പഠിച്ചവർക്ക് ഇത് എളുപ്പം. കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ ചെയ്ത ശ്രദ്ധിക്കുക. അതായത് ഒരു വൃത്തത്തിന്റെ അകത്തിൽ ഒരു സമചതുരം അന്തർലേഖനം ചെയ്തിരിക്കുന്നു. അതായത് ഒരു വൃത്തത്തിൽ ഒരു സമചതുരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ചിത്രത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ, അതായത് വൃത്തത്തിൽ ഇങ്ങനെ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് സമചതുരത്തിലാകാനുള്ള സാധ്യത എന്ത് എന്നതാണ് ചോദ്യം. മക്കളെ, പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. മക്കളെ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന. നിങ്ങളോട് എപ്പോഴെങ്കിലും എന്തിൻ്റെയെങ്കിലും പ്രോബബിലിറ്റി സാധ്യത കാണാൻ പറഞ്ഞാൽ ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്നാണ് എന്ന് ആലോചിച്ച് വെക്കുക. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചത് എന്താണോ അത്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ എന്തുണ്ടോ അത്. ഒന്നുകൂടെ, മലയാളത്തിൽ അനുകൂല ഫലങ്ങൾ ബൈ ആകെ ഫലങ്ങൾ എന്നാണ്. അപ്പൊ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്താണോ ചോദിച്ചത് അത്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ എന്താണോ അത്. ഓക്കെ, ഒന്നുകൂടെ, ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്താണോ ചോദിച്ചത് അത്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ എന്തുണ്ടോ അത്. ഇവിടെ നമ്മളോട് എന്തുവാ ചോദിച്ചത്? ചിത്രത്തിൽ ഒരു കുത്തിട്ടാൽ അത് സമചതുരത്തിലാകാനുള്ള സാധ്യത. അപ്പം മക്കളെ, ഇവിടെ ആകെ എന്ന് പറയുന്നത് ഒരു വൃത്തം മൊത്തമാണ്. ഈ ബോർഡ് മൊത്തം എന്ന് പറയുന്നത് ആകെ ഒരു വൃത്തമേ ഉള്ളൂ, വൃത്തം മൊത്തം. അപ്പൊ ആകെ എന്ന് പറയുമ്പോൾ ഈ വൃത്തം മൊത്തം, ഇപ്പൊ വൃത്തത്തിന്റെ പരപ്പളവാണ് ആകെ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളോട് എന്തുവാ ചോദിച്ചേ? സമചതുരത്തിൽ കുത്തു വരണം. അപ്പൊ നമ്മളോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ സമചതുരത്തിൽ എവിടെങ്കിലും വരണം. അപ്പൊ ചോദിച്ചത് എപ്പോഴും സമചതുരത്തിനുള്ളിൽ. അപ്പൊ സമചതുരത്തിന്റെ ഏരിയയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചത് സമചതുരത്തിന്റെ ഏരിയ. ആകെ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വൃത്തത്തിന്റെ ഏരിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു, പ്രോബബിലിറ്റി ഫേവറബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇവിടെ എന്തുവാ വന്നേ? നമ്മൾ ഈ വൃത്തത്തിന്റെ അകത്തിൽ കണ്ണടച്ചൊരു കുത്തിടുന്നു. ആ കുത്ത് ദേണ്ടി ഇതിൻ്റെ അകത്തിൽ സമചതുരത്തിൽ വരണം. അപ്പൊ നമ്മളോട് ചോദിച്ചത് കുത്ത് സമചതുരത്തിലാകാനുള്ള സാധ്യത. അപ്പൊ ഫേവറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ച സമചതുരത്തിനുള്ളിൽ വരാൻ. സമചതുരത്തിന്റെ ഏരിയയാണ് ഫേവറബിൾ. ഇനി ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ എന്തുണ്ടോ അത്. ആകെ നമ്മുടെ കയ്യിൽ മക്കളെ ഒരു വൃത്തം മൊത്തം ഉണ്ട്. അപ്പൊ വൃത്തത്തിന്റെ ഏരിയയാണ് മക്കളെ ആകെ ഉള്ളത്. അപ്പൊ ആകെ വൃത്തത്തിന്റെ ഏരിയ ഫേവറബിൾ സമചതുരത്തിന്റെ ഏരിയ. അപ്പൊ നമുക്ക് ആദ്യം സമചതുരത്തിന്റെ ഏരിയ കാണണം. സമചതുരത്തിന്റെ ഒരു വശം ഉണ്ടെങ്കിൽ അവരുടെ ഏരിയ എന്ന് പറയുന്നത് A² ആണ്. ഒന്നുകൂടെ, സമചതുരത്തിന്റെ ഒരു വശമുണ്ടെങ്കിൽ അവരുടെ ഏരിയ എന്ന് പറയുന്നത് മക്കളെ A² ആണ്. ദൈവം സഹായിച്ച് ഇവിടെ സമചതുരത്തിന്റെ ഒരു വശം തന്നിട്ടില്ല. പിന്നെ ആകെ അറിയാവുന്നത് ഈ സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളമാ 2r. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഈ സർക്കിളിന്റെ ഡയമീറ്റർ 2r ആ. സർക്കിളിന്റെ സെന്ററിൽ കൂടെ പോകുന്ന അത് പറഞ്ഞിട്ടുണ്ട്. ഇത് 6 ആണെങ്കിൽ ഡയമീറ്റർ 2r ആ. അപ്പൊ അത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി ഈ സമചതുരത്തിന്റെ ഡയഗണൽ വികർണം 2r ആണെന്ന് മനസ്സിലായി. അപ്പൊ സർക്കിളിന്റെ ഡയമീറ്ററും ഈ സമചതുരത്തിന്റെ ഡയഗണലും ഒന്ന് തന്നെയാ. കാര്യം സർക്കിളിന്റെ സെന്ററിൽ കൂടെ മുട്ടുന്ന സാധനം വ്യാസം ഇത് 6 ആണ്, ഇത് 2r ആണ്. അപ്പൊ ഭാഗ്യവശാൽ നമുക്ക് മനസ്സിലായി ഈ സമചതുരത്തിന്റെ ഡയഗണൽ 2r. മക്കളെ, പുതുതായിട്ടാണെങ്കിൽ നോട്ടിൽ എഴുതിയിടണം, ഒരു സമചതുരത്തിന്റെ ഡയഗണലിന്റെ നീളമുണ്ടെങ്കിൽ അവരുടെ ഏരിയ കാണാൻ
ഡയഗണലിന്റെ സ്ക്വയറിന്റെ പകുതി എടുത്താൽ മതി. ഒന്നുകൂടെ, ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളമുണ്ടെങ്കിൽ ഏരിയ കാണാൻ വികർണത്തിന്റെ സ്ക്വയറിന്റെ പകുതി എടുത്താൽ മതി. വികർണത്തിന്റെ സ്ക്വയറിന്റെ പകുതി എടുത്താൽ മതി. വികർണത്തിന്റെ സ്ക്വയറിന്റെ പകുതി d²/2. ഇപ്പൊ കുറച്ചു പേർ ആലോചിക്കും, എടാ സമചതുരത്തിന്റെ ഏരിയ സൈഡിന്റെ സ്ക്വയർ അല്ലേ, a² അല്ലേ? ആന്നു. സൈഡ് നമുക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ നോക്കി ഡയഗണൽ ഉണ്ട്. ഡയഗണൽ ഉണ്ടെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഏരിയ കാണാൻ ഡയഗണലിന്റെ സ്ക്വയർ എടുക്കുക, പകുതി കാണുക, d²/2. ഇവിടെ ഡയഗണൽ 2r, 2r the whole square by 2. ഈ രണ്ടുകൂടെ വെട്ടരുത്, തൽക്കാലം ഇവിടെ നിൽക്കും. ഈ സ്ക്വയർ അകത്തേക്ക് കൊടുത്തു. കാര്യം സ്ക്വയർ എന്ന് പറയുന്നത് ഈ 2r മൊത്തത്തിലുള്ളതാ. 2ന്റെ സ്ക്വയർ 4, 6ന്റെ സ്ക്വയർ r² / 2. ഈ രണ്ടുകൂടെ പോയി. അപ്പം നമുക്ക് മനസ്സിലായി ഈ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് മക്കളെ 2r². ഒന്നുകൂടെ, നമുക്കാദ്യം ഈ സമചതുരത്തിന്റെ ഏരിയ കാണണം. ഈ സമചതുരത്തിന്റെ ഏരിയ നമ്മളോട് ചോദിച്ചത് സമചതുരത്തിൽ വരാനുള്ള സാധ്യത. അപ്പൊ നമ്മളോട് ചോദിച്ചത് സമചതുരത്തിന്റെ ഏരിയ. മക്കളെ, നോർമലി ഒരു സമചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ a² ആണ്. സൈഡ് ഉണ്ടെങ്കിൽ ആ സൈഡിന്റെ സ്ക്വയർ. സൈഡ് ഇവിടെ ഇല്ല. അപ്പം നമ്മൾ അടുത്ത സാധ്യത തേടി പോകണം. ഇവിടെ ഈ സമചതുരത്തിന്റെ ഡയഗണൽ നോക്കിയാൽ നമുക്കറിയാം എന്തുവാ, 2r. കാര്യം ഇത് r ആണ്, ഇത് 2r. അപ്പൊ ഡയഗണലിന്റെ ഏരിയ, ഡയഗണലിന്റെ നീളമുണ്ട് മക്കളെ 2r. മക്കളെ, ഏതൊരു സമചതുരത്തിന്റെയും ഡയഗണലിന്റെ നീളം, വികർണത്തിന്റെ നീളമുണ്ടെങ്കിൽ ഏരിയ, പരപ്പളവ് കാണാൻ വികർണത്തിന്റെ സ്ക്വയർ എടുക്കുക, പകുതി കാണുക, d²/2. ഒരു സമചതുരത്തിന്റെ ഏരിയ കാണാൻ ഒന്നുകിൽ a² സൈഡ് ഉണ്ടെങ്കിൽ, സൈഡ് ഇല്ല, വികർണം മാത്രമേ ഉള്ളൂവെങ്കിൽ വികർണത്തിന്റെ സ്ക്വയർ എടുക്കുക, പകുതി കാണുക, d²/2. ഇവിടെ ഡയഗണലിന്റെ സ്ക്വയർ എടുക്കുക, പകുതി കാണുക. ഇവിടെ ഡയഗണൽ എന്ന് പറയുന്നത് 2r ന്റെ സ്ക്വയർ എടുക്കുക, പകുതി കാണുക. 2r സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ അകത്തുള്ള 2നും സ്ക്വയർ കൊടുക്കണം, 6നും. കാര്യം ഡയഗണൽ മൊത്തം 2r ആണ്. ഡയഗണലിന്റെ സ്ക്വയർ 2r the whole square by 2, d²/2. അപ്പൊ 2 അകത്തേക്ക് കൊടുത്താൽ 2ന്റെ സ്ക്വയർ 4, 6ന് സ്ക്വയർ കൊടുത്താൽ r² / 2. 4ും 2 വെട്ടിയ ഇത് 2 ആവും മക്കളെ, 2r². അപ്പോ സമചതുരത്തിന്റെ ഏരിയ നമുക്ക് കിട്ടി 2r². ഇനി നമുക്ക് ആകെയുള്ളത് ഒരു സർക്കിളാ. സർക്കിളിന്റെ ഏരിയ വേഗണം. സർക്കിളിന്റെ റേഡിയസ് r ആണെങ്കിൽ അവരുടെ ഏരിയ നമുക്കറിയാം πr². ഇനി തപ്പേണ്ട കാര്യമില്ല. കാര്യം ഇവിടുന്ന് തന്നെ നമുക്കറിയാം ഈ സർക്കിളിന്റെ ഡയമീറ്റർ 2r ആണെന്ന് നമുക്ക് മനസ്സിലായി സെന്ററിൽ കൂടെ. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് r. സർക്കിളിന്റെ റേഡിയസ് r ആണെങ്കിൽ ഏതൊരു സർക്കിളിന്റെയും ഏരിയ കാണാനുള്ള ഇക്വേഷൻ πr². ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മളോട് എന്താ ചോദിച്ചേ? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മക്കളെ ഒരു സർക്കിളാണ് ടോട്ടൽ. സർക്കിളിന്റെ ഏരിയ നമുക്കറിയാം πr². ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്ത് ചോദിച്ചോ അത്. നമ്മളോട് എന്താ മക്കളെ ചോദിച്ചേ? ഒരു സ്ക്വയറിൽ വരാനുള്ള സാധ്യത, സ്ക്വയറിൽ ടിക്ക് വീഴാൻ. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ ഫേവറബിൾ. സ്ക്വയറിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു 2r². അപ്പൊ ഫേവറബിൾ വാല്യൂ 2r² ആണ്. ടോട്ടൽ വാല്യൂ πr² ആണ്. 2 സൈഡിൽ നിന്നും r² പോയാ നമ്മുടെ ഉത്തരം സിമ്പിൾ ആയിട്ട് കിട്ടും. 2/π ആണ്, സെറ്റാണ്. ഞാൻ ഒരു വട്ടം കൂടെ ഇത് പെട്ടെന്ന് പറയും, നിങ്ങളും പിടിക്കും. മക്കളെ,
ഒരു സർക്കിളിന്റെ അകത്തിൽ ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിൽ ഇതിനാ സർക്കിളിൽ ഒരു കണ്ണടച്ചൊരു കുത്തിടുന്നു. അത് സ്ക്വയറിൽ വീഴാനുള്ള സാധ്യത. നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരുന്ന് ആലോചിക്കും, സാധ്യത എന്ന് പറഞ്ഞാൽ ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചു, നമ്മളോട് എന്തുവാ ചോദിച്ചേ? സ്ക്വയറിനുള്ളിൽ കുത്തു വീഴണം, സ്ക്വയറിൽ, സമചതുരത്തിൽ. അപ്പൊ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ സമചതുരത്തിന്റെ ഏരിയ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ ഒരു വൃത്തം മൊത്തം ഉണ്ട്, വൃത്തത്തിന്റെ ഏരിയ ആകെ. അപ്പോ നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ വാല്യൂ. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ സമചതുരത്തിൽ കുത്തുവീഴണം, സമചതുരത്തിന്റെ ഏരിയ. സമചതുരത്തിന്റെ ഒരു വശം എ ആണെങ്കിൽ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എ സ്ക്വയറാ. പക്ഷെ ഇവിടെ സൈഡ് നമുക്ക് വശം അറിയില്ല. പിന്നെ അറിയാവുന്നത് സമചതുരത്തിന്റെ ഡയഗണൽ 2r ആണ്. ഏതൊരു സമചതുരത്തിന്റെയും ഡയഗണലിന്റെ നീളമുണ്ടെങ്കിൽ അവരുടെ ഏരിയ കാണാൻ ഡയഗണലിന്റെ സ്ക്വയറിന്റെ പകുതിയാണ് d²/2. ഇവിടെ d എന്ന് പറയുന്നത് 2r ആണ്. 2r ഹോൾ സ്ക്വയർ ബൈ 2. ഈ സ്ക്വയർ അകത്തേക്ക് കൊടുത്താൽ 4r²/2. ഇത് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് 2r² എന്ന് കിട്ടും. അപ്പൊ ഫേവറബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ മക്കളെ 2r² ബൈ ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം എന്തുണ്ടോ അത്. മൊത്തം ഒരു സർക്കിളിന്റെ ഏരിയ πr². നമുക്ക് അല്ലേലും നമുക്കറിയാം സർക്കിളിന്റെ റേഡിയസ് r. അല്ലെങ്കിൽ ഈ ഡയമീറ്റർ 2r എന്ന് വരത്തില്ല. കാര്യം ഇത്രയും 2r. അപ്പൊ എന്തായാലും ഇതിന്റെ റേഡിയസ് പകുതി ഇത് r. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് r ആണ്. അവരുടെ ഏരിയ എന്ന് പറയുന്നത് πr². താഴേന്നും മേളിന്നും r² ക്യാൻസൽ ചെയ്തു. ബാക്കി എന്തേ ഉള്ളൂ? 2/π. അപ്പോ 2/π ആണ് ഉത്തരം, ഓപ്ഷൻ ഡി. പ്രോബബിലിറ്റി കാണാൻ ഫേവറബിൾ വാല്യൂ ബൈ ടോട്ടൽ. നമ്മളോട് എന്ത് ചോദിച്ചോ അത് ഫേവറബിൾ. സ്ക്വയറിന്റെ ഏരിയ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം സർക്കിളിന്റെ ഏരിയ. സ്ക്വയറിന്റെ സൈഡ് ഉണ്ട്, ഏരിയ കാണാൻ a². ഇവിടെ സൈഡ് ഇല്ല, ഡയഗണലേ ഉള്ളൂ, വികരണമേ ഉള്ളൂ. വികരണം ഉണ്ടെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ കാണാൻ വികരണത്തിന്റെ സ്ക്വയർ എടുക്കാ പകുതി d²/2. സർക്കിളിന്റെ ഏരിയ കാണാൻ πr². സെറ്റ്. ചോദ്യം ഇങ്ങനെയാണ്, വളരെ സിമ്പിളായ 6ാം ക്ലാസ്സിലെ ഒരു ചോദ്യം. കണ്ണന്റെ കയ്യിൽ 600 രൂപയുണ്ട്. അതിന്റെ 50% മനുവിന് കൊടുത്തു. മനു അതിന്റെ 33 സുനിലിന് കൊടുത്തു. എത്ര രൂപയാണ് സുനിലിന് കിട്ടിയത് എന്നതാണ് ചോദ്യം. പല രീതിയിൽ ചെയ്യാം മക്കളെ. കണ്ണന്റെ കയ്യിൽ 600 രൂപയുണ്ട്. കണ്ണൻ അതിന്റെ പകുതിയാണ് 50% മനുവിന് കൊടുത്തു. മക്കളെ, പെർസെൻറ്റേജ് പഠിച്ച എല്ലാവർക്കും അറിയാം ഈ 50% എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അപ്പൊ പകുതി മനുവിന് കിട്ടി. അപ്പൊ 600ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 300 രൂപ മനുവിന് കിട്ടി. ഡൗട്ട് ഉണ്ടോ? ഇനി അഥവാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ 50% ആയതുകൊണ്ടാണ് പകുതി എടുക്കാൻ പറ്റിയ. വേറെ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. 600 ഗുണം 50/100. 30% 30/100. 70% 70/100. 10% 10/100 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കണ്ണന്റെ കയ്യിൽ 600 രൂപയുണ്ട്. അതിന്റെ 50% മനുവിന് കിട്ടി. 50% എന്ന് പറഞ്ഞാൽ പകുതിയാണ്. 600ന്റെ പകുതി 300 രൂപ മനുവിന് കിട്ടി. ഇവിടെ വരെ ഓക്കെ ആണല്ലോ. മനു അതിന്റെ 1/3 സുനിലിന് കൊടുത്തു. അപ്പൊ മനുവിന് എത്ര കിട്ടിയോ അതിന്റെ ഇത്രയും ശതമാനം സുനിലിന് കൊടുത്തു. അപ്പൊ മനുവിന് കിട്ടിയത് 300 ആണ്. 300ന്റെ 1/3 സുനിലിന് കൊടുത്തു. ഇത് ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 300 ഗുണം 33 1/3% മാറ്റണം. 33 1/3% എന്ന് പറയുമ്പോൾ മിക്സഡ് മാറ്റുമ്പോൾ 30 3 99 100/3 എന്ന് വരും. 100/3% എന്ന് വരും. ശതമാനമാക്കാനായിട്ട് ഒരു അടിയിൽ 100 കൊടുക്കണം. ഈ 100ഉം ഈ 100 പോയി 300/3 എന്ന് പറഞ്ഞാൽ 100 എന്നാവും. ഇങ്ങനെയാണ് ഇത് പ്രോപ്പറായി ചെയ്യുന്നത്. ഒന്നുകൂടെ, മനുവിന് എത്ര കിട്ടിയോ
അതിന്റെ 33 സുനിലിന് കൊടുത്തു. മനുവിന് കിട്ടിയത് 300 ആണ്. 300ന്റെ 33 ഈ 33 മാറ്റുമ്പോൾ 33 ഗുണം 3 99. 99 ഒന്നൂടെ ചേർത്ത് 100. 100/3% എന്നാവും. ഈ ശതമാനം നമ്മൾ മാറ്റാനായിട്ട് ഈ 33 എന്ന് പറഞ്ഞാൽ 100/3%. അടിയിൽ വീണ്ടും ഒരു 100 കൊടുക്കണം. കാര്യം /100 ശതമാനമാക്കുന്നത്. ഈ 100 ഈ 100 പോയി. അപ്പം നമുക്ക് 100 എന്ന് കിട്ടും. ഇനി ഞാൻ എല്ലാവരോടും പൊതുവെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങളോട് എപ്പോഴെങ്കിലും 1/3 കാണാൻ പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് കട്ടാണ്. 1/3 കൊണ്ട് ഗുണിക്കുക. നിങ്ങളോട് എപ്പോഴെങ്കിലും 66 2/3 കാണാൻ പറഞ്ഞാൽ 2/3 കൊണ്ട് ഗുണിക്കുക. കാര്യം അടിയിൽ 100 ഇടുമ്പോൾ രണ്ട് സൈഡിലും താഴെയും മേളിലും വെട്ടിപ്പോകും. ഇത് കണ്ടമാനം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. നിങ്ങളോട് എപ്പോഴെങ്കിലും 33 1/3 കാണാൻ പറഞ്ഞ 1/3 കൊണ്ട് ഗുണിക്കുക. 66 2/3 കാണാൻ പറഞ്ഞ 2/3 കൊണ്ട് ഗുണിക്കുക. 33 1/3 കാണാൻ പറഞ്ഞ 1/3 കൊണ്ട് ഗുണിക്കുക. 66 2/3 കാണാൻ പറഞ്ഞ 2/3 കൊണ്ട് ഗുണിക്കുക. മറന്നു പോകരുത്. 33 1/3 കൊണ്ട് ഗുണിക്കുക. 66 2/3 കൊണ്ട് ഗുണിക്കുക. മക്കളെ, ഈ രണ്ട് മിക്സഡ് പെർസെൻറ്റേജിന് മാത്രം ഉള്ളതാണ് ഈ ഷോർട്ട് കട്ട് എന്ന് കരുതി ലോകത്ത് ഏതെങ്കിലും ഒരു മിക്സഡ് കാണുമ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ 83 1/8%. സാറ് പറഞ്ഞു 1/8 കൊണ്ട് ഗുണിച്ചാൽ മതി എന്നൊന്നും എടുക്കരുത്. ഇതൊക്കെ ഡയറക്റ്റ് ചെയ്ത് നോക്കി, മുമ്പേ ചെയ്ത പോലെ ഡയറക്റ്റ് ചെയ്ത് നോക്കി എടുക്കാൻ പറ്റുള്ളൂ. ഈ 2% മിക്കവാറും പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഈ 2% വന്നാൽ ഉറപ്പിച്ചോണം സംഭവം ലോട്ടറിയാണ്. 33 1/3 കാണാൻ പറഞ്ഞാൽ 1/3 കൊണ്ട് ഗുണിക്കാം. 66 2/3 കാണാൻ പറഞ്ഞാൽ 2/3 കൊണ്ട് ഗുണിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, മനുവിന് കിട്ടിയത് 300. അതിന്റെ 33 1/3 സുനിലിന്. 300ന്റെ 33 1/3 എന്ന് പറഞ്ഞാൽ 300 ഗുണം 1/3. ഇത് വെട്ടുമ്പോ 100. അപ്പൊ സുനിലിന് കിട്ടിയത് 100. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇനി ഈ ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പേനയോ പേപ്പറോ കൈകൊണ്ട് തൊടാതെ മൈൻഡിൽ നിന്ന് ചെയ്യാൻ പറ്റത്തില്ലേ? കണ്ണന്റെ കയ്യിൽ 600. അതിന്റെ 50% മനുവിന്. 600ന്റെ 50% എന്ന് പറഞ്ഞാൽ 600ന്റെ പകുതി 300 മനുവിന്. ഇനി മനുവിന് കിട്ടിയതിന്റെ 33 1/3 സുനിലിന്. 33 1/3 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/3 ആണ്. അപ്പൊ മനുവിന് 300 കിട്ടി. അതേ ഗുണം 1/3 വെട്ടിപ്പോകുമ്പോ 100 സുനിലിന് കിട്ടിയത് ഓപ്ഷൻ ബി 100. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായും നോട്ടാക്കി ഓക്കെ ആണെന്ന് കരുതുന്നു. ഒരു ചതുരത്തിന്റെ വിസ്തീർണം കാണാൻ നീളം ഗുണം വീതിയാണ്, അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ പ്രോബബിലിറ്റി, സാധ്യത കാണാൻ ഫേവറബിൾ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ്. ഫേവറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചത് എന്താണോ അത്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ എന്തുണ്ടോ അത്. ഒരു സമചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് A² ആണ്, സൈഡ് A ആണ്. ഇനി സൈഡ് ഇല്ല എങ്കിൽ, ഡയഗണൽ മാത്രമേ ഉള്ളൂ എങ്കിൽ, വികർണത്തിന്റെ നീളം മാത്രമേ ഉള്ളൂ എങ്കിൽ വികർണത്തിന്റെ നീളത്തിന്റെ സ്ക്വയർ എടുക്കുക, പകുതി കാണുക, D²/2. പിന്നെ ഒരു വൃത്തത്തിന്റെ ഏരിയ കാണാൻ πr² ആണെന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാം, ഡൗട്ടുകളൊന്നുമില്ല. പിന്നെ മറക്കരുത്, 33 1/3 എപ്പോഴെങ്കിലും നിങ്ങളോട് കാണാൻ പറഞ്ഞ സംഭവം ലോട്ടറിയാ, ഇൻറ്റു 1/3. 66 2/3 എപ്പോഴെങ്കിലും നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ ഇൻറ്റു 2/3 അങ്ങ് ചെയ്താൽ മതി. അപ്പൊ ഇതേപോലെ മറ്റൊരു ക്ലാസ്സിൽ വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്.